Hello, good evening, everyone. So, ആദ്യം Good evening. Good evening, teacher. ഗുഡ് ഈവനിങ്. സോ എൻ്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയിലെ ഫാക്കൽറ്റി മെമ്പർ ആണ്. സോ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് റൂറൽ സോഷ്യോളജി, അതായത് 06DC റൂറൽ സോഷ്യോളജി ആയിട്ടുള്ള ആ പേപ്പറിലെ ബ്ലോക്ക് 1 ആണ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ സാറ്റർഡേ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന ക്ലാസ് ആണ്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം കയറാൻ പറ്റിയില്ല എന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് ക്ലാസ് റീഷെഡ്യൂൾ ചെയ്ത് നടത്തുന്നതാണ്. Thank you, teacher. Thank you. ഓക്കെ, സോ ഇന്ന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞ പോലെ 06DC ബ്ലോക്ക് 1ന്റെ ക്ലാസ് ആണ്. സോ ഇത് റൂറൽ സോഷ്യോളജിയുടെ ബേസിക്സ് കവർ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി റൂറൽ സോഷ്യോളജി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ പെസന്റ് സൊസൈറ്റീനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നി ഒരു യൂണിറ്റ് തീർന്നിട്ട് അല്ലെങ്കിൽ ഹോൾ ബ്ലോക്ക് തീർന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ പഠിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഉള്ളത്, ഇൻ കേസ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇന്ററപ്റ്റ് ചെയ്ത് പറയുക. അല്ല എങ്കിൽ പരമാവധി മ്യൂട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഓക്കെ, സോ താങ്ക് യു. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റൂറൽ സോഷ്യോളജി. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ബ്ലോക്ക് 2 നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞു. സോ ഐ എം ഹോപ്പിംഗ് യു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് റൂറൽ സോഷ്യോളജി എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ഇതിൽ ഡെപ്ത് ആയിട്ട് നോക്കാം. സോ ഇതിന്റെ കോർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് റൂറൽ ലൈഫ്, ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ നിയോ മെട്രോപൊളിറ്റൻ എൻവയൺമെന്റ്സ്. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ ആകട്ടെ അവർ സ്ഥാപിച്ചിരിക്കുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്താണെന്നുള്ളത് ഒരു റൂറൽ സെറ്റിങ്ങിൽ എന്താണെന്നുള്ളതാണ് റൂറൽ സോഷ്യോളജി പഠിക്കുന്നത്. സോ ബേസിക്കലി എന്താണ്, റൂറൽ ലൈഫിനെ കുറിച്ച് ഉള്ളൊരു പഠനമാണ്. സോ ഇതിന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റീനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫോക്കസ് എവിടെയാണ്, ആളുകളുടെ ജീവിതത്തിലും അവർ ചെയ്യുന്ന ജോലിയിലും അവരുടെ ചുറ്റുമുള്ള എല്ലാ തരത്തിലുള്ള എൻവയൺമെന്റ് ആകട്ടെ, കമ്മ്യൂണിറ്റി ആകട്ടെ, കൾച്ചർ ആകട്ടെ, അവരുടെ ഒക്യുപ്പേഷൻ, എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ ബേസിക് എലമെന്റ്സുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് റൂറൽ സോഷ്യോളജിയുടെ പ്രൈം ഫോക്കസ്. സോ റൂറൽ അർബൻ എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ആണ് റൂറൽ സോഷ്യോളജിയിൽ വരുന്നത്. അതായത് റൂറൽ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞതുപോലെ എന്താണ്, റൂറൽ വേ ഓഫ് ലൈഫ് പഠിക്കുന്നതാണ് റൂറൽ സോഷ്യോളജി. സോ ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് സോഷ്യൽ ഡൈനാമിക് പ്രോസസ്സസ് ആൻഡ് സോഷ്യൽ കൺട്രോൾ ഇൻ വില്ലേജസ് which are significantly different from those in urban settings. So rural and urban എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും ടോട്ടലി എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് റെലംസ് ആണ് അല്ലെ. സോ റൂറൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഉള്ള സോഷ്യൽ ഡൈനാമിക് അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സോഷ്യൽ സിസ്റ്റംസ് അല്ല urban സെറ്റിംഗിലേക്ക് വരുമ്പോൾ ഉള്ളത്. സോ ആ ഒരു താരതമ്യമുള്ള വ്യത്യാസങ്ങൾ റൂറൽ ആൻഡ് urban പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ആൻഡ് പെസന്റ് സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് അഗ്രികൾച്ചർ ആണ് നമ്മൾ റൂറൽ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയ ഓഫ് സെറ്റിൽമെന്റ്സിൽ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് പറയുന്നത്. സോ അഗ്രികൾച്ചർ ആണ് അവിടുത്തെ റൂറൽ ലൈഫിന്റെ പ്രൈം മെയിൻ സ്റ്റേ എന്ന് പറയാം. സോ ദ സ്റ്റഡി ഓഫ് പെസന്റ് സൊസൈറ്റി ആൻഡ് അഗ്രികൾച്ചർ റിലേഷൻഷിപ്പ് ഇസ് എ സെൻട്രൽ തീം. സോ അഗ്രികൾച്ചറിൽ ഊന്നു നിൽക്കുന്ന ഒരു സൊസൈറ്റി ആകുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ആ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സൊസൈറ്റിയും ആ ബന്ധങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ വെരി ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ റൂറൽ സോഷ്യോളജിയുടെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇൻഫർമേഷൻ ജനറേഷൻ ആണ്. അതായത് റൂറൽ ഏരിയയിൽ നിന്നുള്ള പബ്ലിക് പോളിസി ആയിട്ട് അല്ലെങ്കിൽ ലോക്കൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ ആയിട്ട് റൂറൽ സോഷ്യോളജിനെ കാണാം. രണ്ടാമത് പ്രോബ്ലം സോൾവിങ്, അതായത് ഇറ്റ് ഓഫേഴ്സ് വർക്കബിൾ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് ടു മിറ്റിഗേറ്റ് ചാലഞ്ചസ് അഫക്റ്റിംഗ് റൂറൽ കമ്മ്യൂണിറ്റീസ്. സോ റൂറൽ സെക്ടറിൽ കാണുന്ന പ്രശ്നങ്ങളും അതേപോലെ അർബൻ സെക്ടറിൽ കാണുന്ന പ്രശ്നങ്ങളും രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്.
അർബൻ സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ പോളിസീസ് അതേപോലെ നമുക്ക് റൂറൽ സെക്ടേഴ്സിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് റൂറൽ സോഷ്യോളജി പോലെയുള്ള ഒരു പഠന മേഖല ആവശ്യമാണ്. എന്തിനായിട്ടാണ്? റൂറൽ കേന്ദ്രങ്ങളിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനുള്ള തനതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട്. മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മാപ്പിംഗ്. സോ സോഷ്യൽ മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സെറ്റിങ്ങിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വില്ലേജ് അല്ലെങ്കിൽ റൂറൽ സെറ്റിങ്ങിലുള്ള വില്ലേജിന്റെ ഓപ്പറേഷണൽ സിസ്റ്റംസ് എന്താണെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. സോ പലയിടത്തും പല വില്ലേജസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഓരോ വില്ലേജ് ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാകും, അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാകും, ഈവൻ ഭാഷ പോലും ഉണ്ടാകും. ആൻഡ് ഒരു വില്ലേജ് മറ്റൊരു വില്ലേജിൽ നിന്ന് ഡിഫറെന്റ് ആണ്. സോ അവർക്കുണ്ടാകുന്ന ചാലഞ്ചസും അതേപോലെ വ്യത്യസ്തമായിരിക്കും. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് റൂറൽ സോഷ്യോളജി പോലുള്ളൊരു ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. സോ നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് റൂറൽ സോഷ്യോളജി നോക്കാം. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡിഫറെന്റ് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന റൂറൽ സോഷ്യോളജിക്ക് നൽകിയിട്ടുള്ള ഡെഫിനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ AR ദേശായി എന്ന് പറഞ്ഞാൽ ഹിസ് എ പ്രോമിനന്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. സോ അദ്ദേഹം പറഞ്ഞ ഒരു ഡെഫിനേഷന്റെ ആശയം എന്താണ്? ഹി സെയിങ് ദാറ്റ് റൂറൽ സോഷ്യോളജി ഇസ് ദ സയൻസ് ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഇസ് ദി സയൻസ് ഓഫ് ലോസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ സൊസൈറ്റി. സോ കോറായിട്ട് എന്താണ് പറയുന്നത്? റൂറൽ സൊസൈറ്റിയിൽ ഊന്നു നിൽക്കുന്ന അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റിയുടെ പ്യുവർ ആയിട്ടുള്ള ഒരു സയൻസ് ആണ് റൂറൽ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക്. കൂടാതെ എന്താണ് ആ സയൻസിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? റൂറൽ സൊസൈറ്റിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റി ആശ്രയിക്കുന്ന ലോസും ഡെവലപ്മെന്റും അതിന്റെ ഭാഗമാകുന്നുണ്ട്. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ഡെഫിനിഷൻസ്. എല്ലാ ഡെഫിനിഷൻസും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ എല്ലാ ഡെഫിനിഷൻസിന്റെയും ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ടു സ്റ്റഡി സോഷ്യൽ ഇന്ററാക്ഷൻ, institutions, organizations and the social changes that occur within a rural setup. So എല്ലാ ഡെഫിനിഷൻസും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ എന്താണ്? അതായത് റൂറൽ സെറ്റിങ്ങില് സോഷ്യൽ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകത ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് എന്താണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തനതായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അവിടുത്തെ ഓർഗനൈസേഷൻസ് എന്താണ്, ആൻഡ് അവിടെ നടക്കുന്ന സോഷ്യൽ ചേഞ്ചസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് റൂറൽ സോഷ്യോളജി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ എല്ലാം ഡെഫിനിഷൻസും കാഴ്ചവെക്കുന്നത്. സോ ഇറ്റ് സെർവ്സ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് റൂറൽ സോഷ്യൽ ലൈഫ്. സോ എങ്ങനെയാണ് റൂറൽ സോഷ്യോളജി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്? സോ റൂറൽ സോഷ്യോളജി നമുക്ക് അറിയാം, സോഷ്യോളജി എന്നുള്ള ഡിസിപ്ലിൻ തന്നെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട എങ്ങനെയാണ്? അതിനൊരു കൊളോണിയൽ ചരിത്രം അതിന്റെ പിറകിലുണ്ട്. സോ അതേ ഒരു ചരിത്രം റൂറൽ സോഷ്യോളജിയുടെ പിറകിലുമുണ്ട്. സോ ആ കൊളോണിയൽ ഒബ്സർവേഷനിൽ നിന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്കഡമിക് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് റൂറൽ സോഷ്യോളജി ഉണ്ടായത്. സോ ഇതിന്റെ ഏറ്റവും ആദ്യകാലത്തുള്ള ഏർലി ബിഗിനിങ് എന്ന് പറയുകയാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിലുള്ള തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ഹെൻറി എസ് മെയിൻ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഉണ്ട്, അതായത് ഏൻഷ്യന്റ് ലോ 1861 അദ്ദേഹം നടത്തിയ ഒരു പഠനത്തിന് ആശ്രയമാക്കിയിട്ട് അദ്ദേഹം പുറത്തിറക്കിയതാണ് ഏൻഷ്യന്റ് ലോയും ആൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. സോ ഇതാണ് ഇന്ത്യയിലുള്ള റൂറൽ സിസ്റ്റത്തിന്റെ ഒരു പഠനമായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വന്നത്. സോ അത് തന്നെയാണ് റൂറൽ സോഷ്യോളജിയുടെ ഒരു തുടക്കമായിട്ട് കാണപ്പെടുന്നത്. ആൻഡ് കൊളോണിയൽ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഏർലി സോഷ്യോളജിസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹു ഇൻവെസ്റ്റിഗേറ്റഡ് ട്രെൻഡ്സ് ഇൻ ലാൻഡ് ടെന്യൂർ, കസ്റ്റമറി ലോസ് ആൻഡ് ദി ബിഹേവിയർ ഓഫ് പെസൻസ് ആൻഡ് ആർട്ടിസൻസ്. സോ ഇതിന്റെ ഒരു കൊളോണിയൽ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊളോണിയൽ സമയത്ത് സോഷ്യോളജിസ്റ്റുകളും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പഠിച്ചത് എന്താണ് റൂറൽ സെറ്റിംഗിൽ? അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ടെനുവർ, ലാൻഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്താണെന്നും അതാത് കസ്റ്റമറി നിയമങ്ങൾ എന്താണെന്നും അവിടെയുള്ള പെസൻസും ആർട്ടിസൻസിന്റെയും സോഷ്യൽ ബിഹേവിയർ എന്താണെന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ റൂറൽ സോഷ്യോളജി പഠിച്ചിരുന്നത്. സോ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം, സോ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലഘട്ടം ആയപ്പോഴത്തേക്ക്
ഇതിനൊരു വഴിതിരിവുണ്ടായി. സോ ദിസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ട്രൂലി ബിഗാൻ വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ലോഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. സോ ഒരു കൊളോണിയൽ പശ്ചാത്തലത്തിൽ നിന്ന് പിന്നീട് റൂറൽ സോഷ്യോളജിക്ക് ഒരു വളർച്ചയും ഒരു വഴിത്തിരിവുമായിട്ട് പറയപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്കും, കൂടാതെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ തുടക്കം വഴിയാണ് റൂറൽ സോഷ്യോളജി നമ്മൾ ഇന്ന് കാണുന്ന രീതിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങിയത്. ആൻഡ് 1950s ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കാണാൻ തുടങ്ങി, സോഷ്യോളജിസ്റ്റുകളുടെ ഭാഗത്തിൽ നിന്നും സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകളുടെ ഭാഗത്തിൽ നിന്നും. സോ ഇവര് ആന്ത്രപ്പോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും രണ്ടുപേരും പഠിച്ചത് എന്തായിരുന്നു? റൂറൽ സെറ്റിംഗിൽ റൂറൽ ഓർഗനൈസേഷൻസ് എന്താണ്, ഏതാണ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്താണെന്നുള്ളതായിരുന്നു പഠിച്ചത്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട സോഷ്യോളജിയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പറയപ്പെടുന്നത് M.N. ശ്രീനിവാസ്. സോ M.N. ശ്രീനിവാസ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അദ്ദേഹം വില്ലേജ് സ്റ്റഡീസിൽ നിന്നാണ് സാൻസ്ക്രിറ്റൈസേഷനും ഡോമിനന്റ് കാസ്റ്റ് പോലുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെയാണ് A.R. ദേശായി. A.R. ദേശായിയുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു വശത്ത് അദ്ദേഹം പഠിച്ചു, മറ്റൊരു വശത്ത് അദ്ദേഹം പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സോഷ്യോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്. റൂറൽ മേഖലയിൽ നാഷണൽ മൂവ്മെന്റ് കൊണ്ടുണ്ടായ സോഷ്യോളജിക്കൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ അസസ്മെന്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. സോ റൂറൽ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ജിയോഗ്രഫിക്കൽ സ്റ്റഡി ആയിട്ടല്ല അതിന്റെ കാഴ്ചപ്പാട് വരേണ്ടത്. ഒബ്വിയസ്ലി ജിയോഗ്രഫി നല്ലൊരു കാര്യമാണ്, കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ മേഖലയാണ് പഠിക്കുന്നത്. പക്ഷെ ലൊക്കേഷൻസ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് ചുരുങ്ങാൻ പാടില്ല. പകരം എന്തായിരിക്കണം, സോഷ്യൽ സിസ്റ്റം എന്നുള്ള ഐഡിയ ആണ്. രണ്ട് മേഖലകളിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ സോഷ്യൽ സിസ്റ്റംസിനെ പഠിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് റൂറൽ സോഷ്യോളജിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് പെയിൻസ് എ വിവിഡ് പിക്ചർ ഓഫ് ദി ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് സിറ്റി ഡ്വെല്ലേഴ്സ്. സോ ഈ ഒരു പഠനം വഴി നമുക്ക് എന്തിനു സാധിക്കുന്നു? റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളും അതേസമയം തന്നെ അർബൻ ഏരിയകളിൽ താമസിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ എന്താണ്, ഈ രണ്ട് മേഖലയിലുള്ള റൂറൽ സൊസൈറ്റി ആകട്ടെ അർബൻ സൊസൈറ്റി ആകട്ടെ, ഈ രണ്ട് മേഖലകളിലും താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ നൽകാൻ, ഗ്രോത്ത് നൽകാനായിട്ടും സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാനായിട്ടും നമുക്ക് സാധിക്കുന്നു. സോ വാട്ട് ഇസ് ദി സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി? സോ സ്കോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് കപ്പാസിറ്റി എന്താണെന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് നമ്മൾ നോക്കുന്നത്. So scholars like N.L. Sims and Laurie Nelson define it as the study of associations among people dependent on agriculture and the analysis of group progress in rural environments. So N.L. Sims and Laurie Nelson എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? റൂറൽ എൻവയൺമെന്റില് അഗ്രികൾച്ചറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള അസോസിയേഷനും അവരുടെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പ് പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് റൂറൽ സോഷ്യോളജിയുടെ സ്കോപ്പായിട്ട് പറയപ്പെടുന്നത്. സോ അതിൽ റൂറൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, റൂറൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫോക്കസ് എവിടെയാണ്? ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് റൂറൽ ലൈഫ്. അതായത് ഒരു റൂറൽ മേഖലയിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന റൂറൽ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്താണ്, അതെങ്ങനെ നിർമ്മിതമായിരിക്കുന്നു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പഠന മേഖല. ആൻഡ് ആ ഒരു പഠന മേഖല എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉൾപ്പെടുന്നത്? അവിടെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന സോഷ്യൽ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, അവിടെ ഉള്ള ആളുകളുടെ ജീവിത ശൈലി എന്താണ്, അവിടെ ആളുകളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്താണെന്നുള്ളതാണ് റൂറൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സ്കോപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് റൂറൽ പോപ്പുലേഷൻ ആണ്. ആൻഡ് റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു റൂറൽ മേഖലയെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആ പോപ്പുലേഷൻ എന്ന ഐഡിയയിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ സൈസ്, അവിടുത്തെ ഡെൻസിറ്റി ആൻഡ് ഏത് തരത്തിലുള്ള ആളുകൾ, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ജെൻഡർ വൈസ് എത്ര ഫീമെയിൽസ് ഉണ്ട്, എത്ര മെയിൽസ് ഉണ്ട്, അവരുടെ സോഷ്യോ എക്കണോമിക്
ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്താണെന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. സോ ദി ഇമ്പാക്ട് ഓഫ് റൂറൽ urban മൈഗ്രേഷൻ ആൻഡ് ദി folklore or norms that govern daily activities. സോ ഒരു റൂറൽ urban ഡിസ്റ്റിങ്ഷൻ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, രണ്ടിടത്തുമുള്ള പോപ്പുലേഷൻ രണ്ട് തരത്തിലാണ് അല്ലേ. urban സെറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് പോപ്പുലേഷൻ ഇസ് മോർ കൺട്രോൾഡ് ആണ്, പക്ഷെ റൂറൽ ഏരിയസിലേക്ക് വരുമ്പോഴത്തേക്ക് പോപ്പുലേഷൻ അധികമായിട്ട് കാണുന്നു. സോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പോലുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. കൂടാതെ എന്താണ്, എപ്പോഴും റൂറൽ ഏരിയാസിൽ നിന്നാണ് ആളുകൾ urban ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ ആ മൈഗ്രേഷൻ എന്തുകൊണ്ട് നടക്കുന്നു, അതിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, റൂറൽ സെക്ടറിലുള്ള ആളുകളുടെ ഡേ ടു ഡേ സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ത് നോംസ് ആണ് അല്ലെങ്കിൽ എന്ത് ഫോക്ലോസ് ആണ് ഇത് നിശ്ചയിക്കുന്നത് എന്നുള്ളത്, ഇതുപോലത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യകാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ദി വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഏറ്റവും ആദ്യകാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് നിലനിൽക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് റൂറൽ കമ്മ്യൂണിറ്റീസിനെ കാണേണ്ടത്. ആൻഡ് അവിടുത്തെ ഹ്യൂമൻ ഇക്കോളജി ആൻഡ് ദി എവല്യൂഷൻ ഓഫ് ട്രഡീഷണൽ പ്രാക്ടീസസ് ആൻഡ് ഹൗ ദീസ് കമ്മ്യൂണിറ്റീസ് അഡാപ്റ്റ് ടു ചേഞ്ച്, അതാണ് റൂറൽ കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടുത്തെ ആളുകൾ താമസിക്കുന്ന എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന എൻവയൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്, പകരം എന്താണ്, സോഷ്യൽ ഇക്കോളജിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവിടെയുള്ള അവരുടെ തനതായിട്ടുള്ള കസ്റ്റംസ് എന്താണ്, അല്ലെങ്കിൽ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, ആ സൊസൈറ്റീനെ ഗവേൺ ചെയ്യുന്ന സോഷ്യൽ കസ്റ്റംസ് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ കസ്റ്റംസിന് കാലക്രമേണ സൊസൈറ്റിയിൽ ലാർജ്ലി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഈ നിയമങ്ങൾക്കും സോഷ്യൽ സെറ്റിങ്ങിനും എന്ത് തരത്തിലുള്ള മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് റൂറൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പഠനത്തിൽ നമ്മൾ നോക്കുന്നത്. അതേസമയം റൂറൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു റൂറൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് അവർ ആ ഒരു വില്ലേജിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ റൂറൽ ഏരിയയുടെ ഭാഗമാണെന്നുള്ള ഐഡിയ എന്താണ് അവരെ ഒന്നിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് റൂറൽ സോഷ്യൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു സ്പിരിച്വൽ എലമെന്റും കൂടെ ഉണ്ട്. അതായത് വി എക്സ്പ്ലോർ ഹൗ റിലീജിയസ് ആക്ടിവിറ്റീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ലൈക്ക് കർമ്മഫല അല്ലെങ്കിൽ റീഇൻകാർണേഷൻ ഇൻഫ്ലുവൻസ് ദി എൻറ്റയർ സോഷ്യൽ ഫാബ്രിക്. സോ വില്ലേജ് സെറ്റിംഗ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺഫൈൻഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആളുകളാണ് ഉള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരു റിലീജിയസ് എലമെന്റും കൂടെ ഉണ്ട്. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ റിലിജൻ അല്ലെങ്കിൽ കാസ്റ്റ് ഗ്രൂപ്പ് മാത്രമുള്ള വില്ലേജസ് ആകാം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ അവരെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഐഡിയാസും കോൺസെപ്റ്റ്സും കാണാം. ലൈക്ക് ഈ പറഞ്ഞ പോലെ കർമ്മഫലം കൊണ്ട് റീഇൻകാർണേഷൻ അല്ലെങ്കിൽ ഫെയ്റ്റ് പോലുള്ള കാര്യങ്ങളാണോ അവരുടെ എൻറ്റയർ സോഷ്യൽ സെറ്റിങ്ങിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് റൂറൽ സോഷ്യൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാസ്റ്റ് ഉണ്ട്, റിലിജൻ ഉണ്ട്, കിൻഷിപ്പ് ഉണ്ട്, ജോയിന്റ് ഫാമിലി സിസ്റ്റം, ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് പോലത്തുള്ള എല്ലാം എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്ന ഇവരുടെ ഇന്ററാക്ഷൻസിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, നോംസ് എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൂറൽ എക്കോണമിയിലേക്ക് വരുമ്പോഴത്തേക്കോ, റൂറൽ എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ആണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകമും സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റും. സോ അവിടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, അവിടെ അവരുടെ അഗ്രികൾച്ചർ കപ്പാസിറ്റി അല്ലെങ്കിൽ അവർക്ക് അഗ്രികൾച്ചർ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നെങ്കിൽ അത് പഠിക്കുക, അതിന്റെ കാരണങ്ങൾ എന്താണ്, ബെറ്റർ ആക്കാൻ കഴിയുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, പോളിസി വൈസ് നമുക്ക് എന്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പഠിക്കാം. ആൻഡ്
പുതിയതായിട്ടുള്ള ടെക്നോളജീസിന്റെ ഇൻകോർപ്പറേഷൻ നോക്കാം. ഓപ്പൺ മാർക്കറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ലോക്കലി അഗ്രികൾച്ചറിനെ ബാധിക്കുന്നതെന്ന് പഠിക്കാൻ കഴിയും. ആൻഡ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ്, അതായത് അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഫെയിലിയേഴ്സും എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആളുകൾ അഗ്രികൾച്ചറിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് ഒരു അർബൻ സെക്ടറിലേക്ക് ഒരു ഫാക്ടറി സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡെയിലി വേജ് എന്നുള്ള ഐഡിയയിലേക്ക് മാറുന്ന ആ തരത്തിലുള്ള പഠനങ്ങൾ നടത്താൻ ഉപയോഗപ്പെടും റൂറൽ സോഷ്യോളജി. ആൻഡ് കമ്മിങ് ടു റൂറൽ സോഷ്യൽ പ്രോസസ്, അവിടെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് നമുക്ക് കാണാം. അതായത് കൺജങ്ക്റ്റീവ് പ്രോസസ്സും ഉണ്ട്, ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്സും ഉണ്ട്. കൺജങ്ക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതായത് ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാരെയും അക്കോമഡേറ്റ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് പറയുന്നത്. ഡിസ്ജങ്ക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ്, അല്ലെങ്കിൽ അവരെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള റൈവൽറീസ് ആൻഡ് കോൺഫ്ലിക്ട്. സോ ഇതെല്ലാം റൂറൽ സോഷ്യൽ പ്രോസസ് കൺജങ്ക്റ്റീവ് ആയാലും ഡിസ്ജങ്ക്റ്റീവ് ആയാലും ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതും റൂറൽ സെറ്റിംഗിൽ പറയുമ്പോഴത്തേക്ക് എപ്പോഴും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പല വില്ലേജസ് അല്ലെങ്കിൽ റൂറൽ സെറ്റിംഗ്സ് എന്താണ്, കാസ്റ്റും റിലിജന്റെയും ഒരു ഡോമിനന്റ് പ്രസൻസ് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഒരേ കാസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ പറയുന്ന പോലെ കൺജങ്ക്റ്റീവ് പ്രോസസ് ആയിരിക്കും അവിടെ നടക്കുക. അതായത് പോസിറ്റീവ് ആയിരിക്കും, അവർ കോപ്പറേറ്റീവ് ആയിട്ടും അക്കോമഡേറ്റീവ് ആയിട്ടും അസിമുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. പകരം എന്താണ്, രണ്ട് കാസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഡോമിനന്റ് ആകാം, സബ്മിസീവ് ആവാം, അല്ലെങ്കിൽ രണ്ടും ബലാബലമായിട്ട് നിൽക്കുന്നതാണെങ്കിലോ ഇറ്റ് വിൽ ബി കോൺഫ്ലിക്റ്റിംഗ്. അതുകൊണ്ട് തന്നെ എന്താണ്, റൈവൽറിയും കോൺഫ്ലിക്ട് ചെയ്ത് ഒരു നെഗറ്റീവ് രീതിയിൽ പോകുന്നതാകും. സോ അതാണ് റൂറൽ സോഷ്യൽ പ്രോസസ്സിൽ റൂറൽ സോഷ്യോളജി പഠിക്കുന്നത്. ആൻഡ് റിലിജൻ ആൻഡ് കൾച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും റിലിജൻ റൂറൽ ലൈഫിന്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് കാണപ്പെടേണ്ടത്. അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മളുടെ കടമകൾ, അതായത് മോറൽ ഒബ്ലിഗേഷൻസിന്റെയും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആകുന്നു കൾച്ചർ, റിലിജിയൻ. അതേപോലെ തന്നെയാണ് കൾച്ചർ പലപ്പോഴും എന്താണ്, സ്റ്റാറ്റിക്, അല്ലെങ്കിൽ അതിനൊരു ട്രഡീഷണൽ തലം ഉണ്ടാകുന്നു. ട്രഡീഷണൽ തലം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണ്, പലപ്പോഴും അത് സ്ട്രിക്റ്റ് ആണ്. ആൻഡ് കൾച്ചറൽ ലാഗ് കൂടുതലും നമുക്ക് ഒരു പ്രാക്ടിക്കൽ തലത്തിൽ കാണാൻ കഴിയുന്നത് റൂറൽ സെക്ടേഴ്സിലാണ്. അതായത് ടെക്നോളജിക്കലി സൊസൈറ്റി എപ്പോഴും, അല്ലെങ്കിൽ മെറ്റീരിയൽ ചേഞ്ചസ് എപ്പോഴും എന്താണ്, ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒന്നാണ്. പക്ഷെ അതേസമയം നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇപ്പൊ നമ്മളുടെ ചിന്താഗതി അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, റൂൾസ്, ഇതിലെല്ലാം മാറ്റങ്ങൾ, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കുറച്ചും കൂടെ സമയമെടുത്ത് സ്ലോലി ആണ് നടക്കുന്നത്. സോ ടെക്നോളജിക്കലി ആയിട്ടുള്ള മെറ്റീരിയൽ ചേഞ്ചസ് പെട്ടെന്ന് നടക്കുകയും അതേസമയം നോൺ മെറ്റീരിയൽ കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ ഒന്നിലേക്ക് ചെന്നെത്താനായിട്ട്, അതായത് മെറ്റീരിയൽ ചേഞ്ചസിന്റെ ഒപ്പം നോൺ മെറ്റീരിയൽ ചേഞ്ചസും കൂടെ ചെന്നെത്തുന്നതിൽ വരുന്ന ആ ഒരു സമയ പരിധി, അതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. സോ ആ കൾച്ചറൽ ലാഗ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ റൂറൽ സെറ്റിംഗ്സിലാണ്. കാരണം എന്തുകൊണ്ടാണ്, റൂറൽ വേ ഓഫ് ലൈഫ് പലപ്പോഴും റിലിജിയൻ ആൻഡ് കൾച്ചർ ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ആ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാകാനായിട്ട് എപ്പോഴും പോസിറ്റീവ്ലി തയ്യാറാവുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടാകണമെന്നില്ല. ആൻഡ് റൂറൽ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആയിട്ട് റൂറൽ മേഖല പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പോവേർട്ടി, അല്ലെങ്കിൽ ഇല്ലിറ്ററസി, അൺഎംപ്ലോയ്മെന്റ്, കാസ്റ്റിസം, അൺടച്ചബിലിറ്റി, ഇതെല്ലാം പ്രധാനപ്പെട്ട റൂറൽ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. സോ ഈ തരത്തിലുള്ള റൂറൽ സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ഇതിന്റെ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ് ആണ് നമ്മൾ നോക്കാറുള്ളത്. ആൻഡ് അത് പഠിച്ചുകൊണ്ട് വാട്ട് ഡു വി ട്രൈ ടു ഡു, വി ട്രൈ ടു പുട്ട് ഫോർവേഡ് വർക്കബിൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. ആൻഡ് റൂറൽ സോഷ്യൽ കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ കൺട്രോൾ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഹൗ സൊസൈറ്റി എക്സേർട്സ് കൺട്രോൾ ഓവർ ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയുടെ മേൽ എങ്ങനെയാണ് സൊസൈറ്റി കൺട്രോൾ ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതിനായിട്ട് ഇൻഫോർമൽ ആയിട്ടും ഫോർമൽ ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. സോ അർബൻ മേഖലകളിൽ കാണുന്നത് പോലെയല്ല, പകരം റൂറൽ മേഖലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ
എപ്പോഴും ഇൻഫോർമൽ ആയിരിക്കും. പക്ഷെ ഇൻഫോർമൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫോർമലിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രിക്റ്റ് അല്ല അല്ലെങ്കിൽ പണിഷബിൾ അല്ല എന്നുള്ളതാണ് urban സെക്ടറിൽ കാണുമ്പോഴത്തേക്ക്. പക്ഷേ റൂറൽ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇൻഫോർമൽ ആയാൽ പോലും അവിടെ എന്താണ്, ഇറ്റ് ഇസ് സ്ട്രിക്റ്റ് ആണ്, ഇറ്റ് ഇസ് എൻഫോഴ്സ് ത്രൂ ഫാമിലി, നെയ്ബർഹുഡ് ആൻഡ് റിലീജിയസ് നോംസ്. സോ അവിടെ റൂറൽ സെക്ടറിൽ നമ്മൾ കാണുന്ന എന്താണ്, ഇൻഫോർമൽ കൺട്രോൾ ആണ്. പക്ഷെ ആ ഇൻഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. ആൻഡ് അവർ എൻഫോഴ്സ് ചെയ്യുന്നത് എന്ത് വഴിയായിരിക്കും, അവരുടെ ഇടയിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഫാമിലീസും നെയ്ബർഹുഡ്സ് ആൻഡ് റിലീജിയസ് നോംസ് വഴിയാണ് അത് ഒരു വ്യക്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് റൂറൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കാലക്രമേണ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ പോളിസീസിൽ ഉണ്ടാകുന്ന കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ ബെറ്റർ ആകുന്ന അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആകും, മോഡേണൈസ്ഡ് ആകുന്നതിനെ കുറിച്ചാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. സോ റൂറൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ റൂറൽ ഏരിയയിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിൽ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു എന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് റൂറൽ മേഖലയിൽ സോഷ്യൽ ചേഞ്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ദർ ഇസ് ദിസ് ഐഡിയ ദാറ്റ് ചേഞ്ചിന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളതായിട്ട് കാണാം. അതായത് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ അത്രയ്ക്ക് തയ്യാറാകുന്ന ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല റൂറൽ മേഖലയിൽ കാണപ്പെടുന്നത്. അവര് അതിനെ സോഷ്യൽ ഡിസ്ഫങ്ഷൻ, അതായത് പെട്ടെന്ന് മാറ്റമുണ്ടായാൽ അതൊരു സോഷ്യൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കാം എന്നുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു സൊസൈറ്റൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയപ്പെടുന്ന അതിനെ എങ്ങനെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഹാൻഡിൽ ചെയ്യാം, അതിനെ പരിഹരിച്ച് മുന്നോട്ട് ഉള്ളതാണ് റൂറൽ സോഷ്യൽ ചേഞ്ചിൽ പഠിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ സോഷ്യോളജി. സോ റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫിസിക്കൽ ആയാലും എക്കണോമിക് ആയാലും സോഷ്യൽ സ്ട്രക്ചർ നോക്കിക്കൊണ്ടുള്ള പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫിസിക്കൽ ആൻഡ് ഡെമോഗ്രാഫിക് ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ റൂറൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്താണ്, ഇറ്റ് സ്മോൾ ഇൻ സൈസ് അല്ലെ. എപ്പോഴും ഒരു കുറച്ച് ഏരിയ ഓഫ് ലാൻഡിൽ കുറച്ച് ആളുകളുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. സോ ജോഗ്രഫിക്കലി വില്ലേജ് കമ്മ്യൂണിറ്റീസ് ആർ സിഗ്നിഫിക്കന്റ്ലി സ്മോളർ ദാൻ ദി urban ഏരിയ. സോ ഒരു urban സെക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു urban ഏരിയ ആയിട്ട് നമ്മൾ എസ്പെഷ്യലി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, റൂറൽ ഏരിയാസ് ആർ മച്ച് സ്മോളർ. സോ ദിസ് ലീഡ്സ് ടു നാച്ചുറലി എ സ്മോളർ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സ്മോളർ ഏരിയ ആകുമ്പോഴത്തേക്ക് ആ മേഖലയിൽ താമസിക്കാൻ, ആ പരിധിക്കുള്ളിൽ താമസിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് പീപ്പിൾ മാത്രമേ അവിടെ ഉള്ളൂ. ആൻഡ് ദേ ഹാവ് എ ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് because fewer people live in a specific area, the demographic profile is characterized by close friendship and face-to-face interaction. In these communities, everyone knows everyone. So ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്മോളർ ഏരിയ ഓഫ് ലൊക്കേഷൻ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും തമ്മിൽ അറിയാവുന്നതുമായിരിക്കും, അവർക്കൊരു അടുത്ത ബന്ധം എല്ലാവരും തമ്മിൽ ഉണ്ടാകുകയും ചെയ്യും. ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉള്ള സ്ഥിതിക്കായിരിക്കും ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ് പ്രവർത്തിക്കുന്നത്. ആൻഡ് എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ദർ ഇസ് എ പ്രിഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചർ ആണ് അവിടുത്തെ പ്രൈമറി ഒക്യുപ്പേഷൻ ആൻഡ് അവിടുത്തെ എക്കോണമി അല്ലെങ്കിൽ ഇൻകത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് എന്താണ്, അഗ്രികൾച്ചർ ആണ്. ആൻഡ് അവിടെ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡ് ഇസ് വ്യൂഡ് ആസ് ഹാവിംഗ് എ ഹയർ സോഷ്യൽ ആൻഡ് സിംബോളിക് വാല്യൂ ദാൻ ഇറ്റ്സ് ആക്ച്വൽ മോണിറ്ററി വർത്ത്. സോ ഇപ്പൊ urban ഏരിയയിൽ നമ്മൾ ഭൂമി ഉണ്ടായിരിക്കുന്നതിനെ കൺസിഡർ ചെയ്യുന്ന പോലെ അല്ല റൂറൽ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക്. urban ഏരിയയിൽ എന്താണ്, നമ്മളുടെ ലാൻഡ് എവിടെയാണ്, നമുക്ക് എത്രയുണ്ട്, അതിന്റെ മോണിറ്ററി വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആ ഭൂമിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. പക്ഷേ വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേക്ക് ലാൻഡിന് ഒരു സോഷ്യൽ വാല്യൂ, അതിന് സോഷ്യൽ ആൻഡ് സിംബോളിക് വാല്യൂ അതിന് നൽകുന്നുണ്ട്. അതായത് എത്രത്തോളം ഭൂമിയുണ്ടോ അവരുടെ ഹയറാർക്കിയിൽ അല്ലെങ്കിൽ ദേ ആർ പ്ലേസ്ഡ് ഇൻ എ ഹയർ
സോഷ്യൽ ഹയറാർക്കി. അതിന് ഉള്ള മോണിറ്ററി വാല്യൂ വെച്ചുകൊണ്ടല്ല അവിടെ ഭൂമിക്ക് വാല്യൂ നൽകുന്നത്. പകരം എന്താണ്, അതിനൊരു സിംബോളിക് വാല്യൂ ആണ് അവർ നൽകുന്നത്. ആൻഡ് ഫാമിലി ആണ് അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലേബർ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് അഗ്രികൾച്ചർ ടാസ്ക് പലപ്പോഴും എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഫാമിലി ഒത്തുചേർന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ. So agriculture often requires team efforts and it leads to the entire family participating in family operations. So അതുകൊണ്ടാണ് ഈ പലയിടത്തും ജോയിന്റ് ഫാമിലി സിസ്റ്റവും കാണപ്പെടുന്നത്. കാരണം ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദർ ആർ മോർ മെമ്പേഴ്സ്. സോ ആ മോർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് എന്താണ്, അവർക്കുള്ള ഭൂമിയിൽ പുറത്തുനിന്നുള്ള സഹായമില്ലാതെ അവർക്ക് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആൻഡ് ഇവിടുത്തെ ഡെയിലി ആക്ടിവിറ്റീസ് ആർ സെന്റേർഡ് ഓൺ നാച്ചുറൽ വേൾഡ്. And residents often view the land as mother figure that provides food, clothing and shelter. So ഇവിടുത്തെ ഒരു അവരുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്നതാണ്. ആൻഡ് പ്രകൃതിനെ അവർ കാണുന്നത് എന്തായിട്ടാണ്, അമ്മയായിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്, ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ ബേസിക്കലി ആവശ്യമായിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, ഇത് മൂന്നും നൽകുന്ന ഒരു വസ്തുവായിട്ടാണ് അവർ നേച്ചറിനെ കാണുന്നത്. സോ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോമോജനസ് നേച്ചർ ആണ് ഉള്ളത്. അതായത് despite differences in caste or religion, the community remains uniform because most members share the same occupation and they have a similar structure of values. So ഇവരുടെ ഹോമോജനസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അവരുടെ ഒക്യുപ്പേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവർ ഡിഫറെന്റ് കാസ്റ്റിലുള്ളവരായിരിക്കാം, റിലിജനിലുള്ളവരായിരിക്കാം, പക്ഷേ ആസ് എ കമ്മ്യൂണിറ്റി അവരെല്ലാവരും എന്തിൽ പ്രവർത്തിക്കുന്നവരാണ്, അഗ്രികൾച്ചർ ഒരു ഒക്യുപ്പേഷൻ ആയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ദേ വിൽ ഹാവ് എ സിമിലർ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് വാല്യൂസ്. അതുകൊണ്ട് തന്നെ ഹോമോജനസ് ആയിട്ട് നമ്മൾ പറയുന്നു. ആൻഡ് ഇവിടുത്തെ സോഷ്യൽ ഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് കാസ്റ്റ് ആണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ എത്നിസിറ്റി അല്ലെങ്കിൽ അവരുടെ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഒരു വില്ലേജിന്റെ എത്നിസിറ്റി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കും റിലീജിയസ് ക്യാരക്ടർ തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് ഇവർ അഗ്രികൾച്ചറിൽ ഊന്നു നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ പൊതുവെ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ്. സോ ഡിഫൈനിങ് ആസ്പെക്ട് വേർ ദി ഫാമിലി റെഗുലേറ്റ്സ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ റൂറൽ സെറ്റിംഗ്സിൽ കൂടുതൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. പക്ഷേ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെടാറുണ്ട്. അത് ആര് വഴിയാണ്, കൂടുതലും ഫാമിലീസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വഴിയാണ് നടക്കപ്പെടുന്നത്. സോ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓൾവേസ് ദി ഫാദർ അല്ലെങ്കിൽ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഇസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ലീഡർ ആയിട്ട് പറയുന്നത്. ആൻഡ് ആ വ്യക്തിയുടെ തീരുമാനം, ഹി വിൽ ബി ദ ഡിസിഷൻ മേക്കർ. സോ അതാണ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ആൻഡ് കമ്മിങ് ടു ദി സോഷ്യൽ ഡൈനാമിക്സ്. സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന ഇന്ററാക്ഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ എന്താണ്, അവരുടെ ഇടയിലുള്ള സോളിഡാരിറ്റി ഏത് തരത്തിലുള്ളതാണ്, ആൻഡ് മൊബിലിറ്റി എത്രത്തോളം അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ മോഡേണൈസേഷനുള്ള കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്നുള്ളതാണ് സോഷ്യൽ ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റെബിലിറ്റി ഓഫ് ഇന്ററാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് മോർ കോമൺ, സ്റ്റേബിൾ ആൻഡ് കണ്ടിന്യൂസ് ദാൻ ഇൻ സിറ്റീസ്. സോ അർബൻ സെറ്റിംഗിലുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും ഒരു വ്യക്തിക്ക് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഉള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിൽ മാത്രമേ ഒരു വ്യക്തി ഏർപ്പെടുത്തുള്ളൂ. അത് ആ ഒരു ആവശ്യം നിറവേറ്റി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പും അവിടെ എക്സ്പയർ ആവുകയാണ്. പക്ഷെ ഒരു റൂറൽ സെറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, അവിടുത്തെ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോമൺ ആണ്. നേരത്തെ പറഞ്ഞു അവര് ചെറിയൊരു മേഖലയിൽ, ചെറിയൊരു ഏരിയയിൽ കുറച്ച് ആളുകൾ മാത്രമായിട്ട് താമസിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഇന്റൻസ് ആണ്, പേഴ്സണൽ ആണ്. സോ അത് തന്നെയാണ് ഇന്ററാക്ഷനിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ്, കോമൺ ആണ്, സ്റ്റേബിൾ ആണ് ആൻഡ് മോർ കണ്ടിന്യൂസ് ആണ്.
ആൻഡ് ഇന്ററാക്ഷൻസ് എപ്പോഴും ആര് തമ്മിലാണ് കൂടുതൽ നടക്കുന്നത്? പ്രൈമറി ഗ്രൂപ്പ്സ്. ആ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കുറച്ചും കൂടെ ഇന്റൻസ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കാറുണ്ട്. ആൻഡ് സോളിഡാരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സോളിഡാരിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ വില്ലേജസ് എക്സിബിറ്റ് എ ഹൈ ലെവൽ ഓഫ് കൊഹീഷൻ. അതായത് ഓരോ വില്ലേജുകൾ അല്ലെങ്കിൽ വില്ലേജുകളുടെ ഉള്ളിൽ ഉള്ള വ്യക്തികൾ തമ്മിൽ ഒരു ഐക്യം നമുക്ക് കാണാൻ കഴിയും. അതായത് ദിസ് വൺനെസ് ഇസ് റൂട്ടഡ് ഇൻ കോമൺ ഒറിജിൻസ്, ഗോൾസ്, ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. അവരുടെ ആ ഒരുമ എവിടെ നിന്നാണ് വരുന്നത്? അവരുടെ പൊതുവായിട്ടുള്ള അവർക്കുള്ള പല ധാരണകളിൽ നിന്നാണ്. ആ ധാരണ എന്തിനൊക്കെ കുറിച്ചായിരിക്കും? അവരുടെ വില്ലേജ് അല്ലെങ്കിൽ അവരുടെ റൂറൽ കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തതിൻ്റെ ഉള്ള ചരിത്രപരമായിട്ടുള്ള അവരുടെ ബാക്കിങ്ങിൽ നിന്നാകാം, അല്ലെങ്കിൽ അവർക്ക് ഒരേപോലെ അവർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഗോൾസിൽ നിന്നാകാം, അവരുടെ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാകാം ഈ സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടുത്തെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾക്ക് മൊബിലൈസേഷൻ അല്ലെങ്കിൽ ദേ ഹാവ് ലിമിറ്റഡ് മൊബിലിറ്റി. കാരണം എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഏതാണ് പറഞ്ഞത്? കാസ്റ്റ് ആണ്. കാസ്റ്റിൽ ഊന്നു നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കാസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? കാസ്റ്റ് പലപ്പോഴും ഒരാളുടെ ജനനം തീരുമാനിക്കും ആ വ്യക്തിയുടെ കാസ്റ്റ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, പലയിടത്തും പല ജോലികളും കാസ്റ്റ് ആണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് സോഷ്യൽ ആൻഡ് ഓക്യുപ്പേഷണൽ മൊബിലിറ്റി അതേപോലെ റെസ്ട്രിക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ആ വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് സസ്റ്റെയിൻ ചെയ്ത്, അതായത് അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ അവർക്ക് സോഴ്സ് ചെയ്ത് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് പുറം ലോകമായിട്ടുള്ള ഒരു എക്സ്പോഷർ അതേപോലെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ റൂറൽ റെസിഡൻസ് മേ ഡെവലപ്പ് എ റെസ്ട്രിക്റ്റഡ് പെർസ്പെക്റ്റീവ്, മേക്കിംഗ് ദം മോർ റെസിസ്റ്റന്റ് ടു റാഡിക്കൽ സോഷ്യൽ ചേഞ്ച്. സോ അവരങ്ങനെ റെസ്ട്രിക്റ്റഡ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവും അതേപോലെ റെസ്ട്രിക്റ്റഡ് ആകുന്നു. അതുകൊണ്ട് തന്നെ പുറം ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായാലും ആ മാറ്റങ്ങളിലെ ഇവര് പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും റെസിസ്റ്റ് ചെയ്യുന്നു. അതാണ് റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ വില്ലേജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. പല ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലബ് ചെയ്ത് പറഞ്ഞതാണ്. സോഷ്യൽ ഡൈനാമിക്സ് ആയിട്ടും സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ടും എക്കണോമിക് ഫൗണ്ടേഷൻസ് ആൻഡ് ഫിസിക്കൽ ആൻഡ് ഡെമോഗ്രാഫിക് ട്രേറ്റ്സ് ആയിട്ടും. ഇനി കമ്മിങ് ടു ദി ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റി. സോ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയന്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റിയാണ്. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റി ആയിട്ട് പറയാൻ കഴിയുന്നതെന്നുള്ളതാണ്. സോ according to Reddy, he said that Indian rural society is defined by a unique set of socio-economic and cultural pillars. So അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള റൂറൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. സോ ആദ്യം തന്നെ വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ കാണണം. ഒരു സോഷ്യൽ യൂണിറ്റ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രാലിറ്റി ഓഫ് കാസ്റ്റ് ഇസ് ദയർ. അതായത് കാസ്റ്റ് ഇസ് കൺസിഡർഡ് ടു ബി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ എന്താണ്, കാസ്റ്റ് പല സമയങ്ങളിലും അവിടെ സോഷ്യൽ റെസ്ട്രിക്ഷൻസും സോഷ്യൽ എക്കണോമിക് റെസ്ട്രിക്ഷൻസും കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ കാസ്റ്റ് ഡിക്റ്റേറ്റ്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്. മറ്റൊരു കാര്യം അവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ. അതായത് ദർ ഇസ് സോഷ്യൽ റിലീജിയസ് ലൈഫ് ആൻഡ് ആഗ്രോ എക്കണോമിക് കോപ്പറേഷൻസ് ഡിപ്പെൻഡ് ഓൺ കോപ്പറേറ്റീവ് ലേബർ അക്രോസ് ഡിഫറെന്റ് കാസ്റ്റ്. സോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടാണെങ്കിലും അവിടെ എന്താണ്, ഒരു കോപ്പറേറ്റീവ് സിസ്റ്റം, അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഹയറാർക്കി ഉണ്ട്. ആരാണ് ഭൂമിയിൽ ജോലി ചെയ്യേണ്ടവരും അതിന്റെ വിളവ് അനുഭവിക്കേണ്ടവരും ആരാണെന്ന് കാസ്റ്റ് ആയിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കോപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സെഗ്രിഗേഷൻ. അതായത് ഈവൻ ഇൻ മിക്സ്ഡ് വില്ലേജസ് ഡിഫറെന്റ് കാസ്റ്റ് ഓഫൻ ലിവ് ഇൻ ഡിസ്റ്റിങ്ക്ട് സെക്ഷൻസ്. ഇപ്പോ കാസ്റ്റ് പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. ഒരു വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ദർ വിൽ ബി മൾട്ടിപ്പിൾ കാസ്റ്റ് ഗ്രൂപ്പ്സ്. പല കാസ്റ്റുകൾ ഒന്നിച്ച് പല കാസ്റ്റുകൾ ഉണ്ടാകും. പക്ഷെ അപ്പോഴും എന്താണ്,
കാസ്റ്റിന്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കാം ആളുകൾ താമസിക്കുന്നത് തന്നെ. അതായത് ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റ് ഗ്രൂപ്പേ താമസിക്കത്തുള്ളൂ, മറ്റൊരു ഏരിയയിൽ മറ്റൊരു കാസ്റ്റ് ഗ്രൂപ്പും. അതിന് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് അഗ്രഹാരം, ബ്രാഹ്മിൻസ് മാത്രമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ അഗ്രഹാരം എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഫിസിക്കൽ സെഗ്രിഗേഷൻസ് കാണാൻ കഴിയുന്നതാണ്. ആൻഡ് ലീഡർഷിപ്പ് ആൻഡ് ഗവേണൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വില്ലേജസിനും അവരുടേതായിട്ടുള്ള ഡിസിപ്ലിനറി മെത്തഡ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടാകും. അതായത് പലയിടത്തും എന്താണ് ഖാഫ് പഞ്ചായത്ത് പോലുള്ള ലോക്കൽ പഞ്ചായത്ത് ഉണ്ടാകും. സോ ദ പഞ്ചായത്ത് വൺസ് റൂട്ടഡ് ഇൻ ലോക്കൽ ട്രഡിഷൻ. ഇപ്പൊ എന്തായി, പഞ്ചായത്തി രാജ് റെഗുലേഷൻസിന്റെ അടിയിൽ പഞ്ചായത്തായിട്ട് സ്ഥാപിച്ചെങ്കിലും അവിടെ എപ്പോഴും ഒരു വില്ലേജ് ഹെഡ് ആയിട്ട് ഒരാൾ കാണും, അവരുടെ കീഴിലായിരിക്കും നിയന്ത്രണങ്ങൾ മൊത്തം. ആൻഡ് എക്കണോമിക്കലി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അഗ്രികൾച്ചർ ആണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ഒക്യുപ്പേഷൻ. ആൻഡ് ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മോണിറ്ററി വാല്യൂന് അതീതമായിട്ട് അവിടെ എന്താണ് അതിന് നൽകുന്നത്, സോഷ്യൽ പ്രസ്റ്റീജ് ആണ് ലാൻഡ് ഓണർഷിപ്പ് കൊണ്ട് കാഴ്ചവെക്കുന്നത്. ആൻഡ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് എന്ത് കാണാൻ കഴിയും, ഒരു ഇന്നിക്വാളിറ്റി അവിടെ ഉണ്ട് അല്ലെ. ഇന്നിക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തെ എപ്പോഴും ഭൂമി ഒരു കുറച്ച് പേരുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കുടുംബാംഗങ്ങളുടെ കയ്യിലായിരിക്കാം ഭൂമി കൂടുതലും ഉള്ളത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലാർജ് ലാൻഡ് ഓണർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ദാറ്റ് ലീവ്സ് എ സിഗ്നിഫിക്കന്റ് പോപ്പുലേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ആസ് ടെനൻസ് ഓർ ലാൻഡ്ലെസ് ലേബേഴ്സ്. സോ അങ്ങനെ മേജർ ആയിട്ടുള്ള മോണിറ്ററിലി അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള കുറച്ച് കുടുംബാംഗങ്ങളുടെ കയ്യിൽ മാത്രമായിട്ട് ഭൂമി ചുരുങ്ങുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, മേജർ പോപ്പുലേഷൻ എന്ത് സംഭവിക്കുന്നു, അവര് ഭൂമിയില്ലാത്ത ടെനൻസ് ആയിട്ട്, വാടകക്കാരായിട്ട് ചുരുക്കപ്പെടുന്നു. ആൻഡ് റൂറൽ സെറ്റിംഗ് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റീസ് പറയുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും ജെൻഡർ ഇൻഇക്വാളിറ്റി കാണാം. അതായത് മെൻ ആൻഡ് വിമൻ ഡു നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇക്വാളിറ്റി അക്രോസ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ലൈഫ്. അവിടെ പലപ്പോഴും എന്താണ്, വിമൻ അല്ലെങ്കിൽ ഫീമെയിൽസിന് എന്തായിട്ടാണ് കരുതപ്പെടുന്നത്, ഒരു സെക്കൻഡറി സിറ്റിസൺ, ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. അവർക്ക് പുറം ലോകത്തിലേക്ക് ഒരു സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇല്ല, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ഹൗസ് ഹോൾഡിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നതാണ്. സോ ആ രീതിക്കുള്ള ജെൻഡർ ഇൻഇക്വാളിറ്റി കാണാം. അവിടെ എപ്പോഴും പുരുഷന്റെ ഡോമിനൻസും ആൻഡ് പാട്രിയാർക്കിയിൽ ഊന്നു നിൽക്കുന്ന സൊസൈറ്റീസ് ആണ് കാണപ്പെടുന്നത്. ഇനി കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സിന് നമ്മൾ ക്ലബ് ചെയ്ത് പറയുകയാണെങ്കിൽ, വില്ലേജ് ഇൻഡിവിജ്വാലിറ്റി, അതായത് എവറി വില്ലേജ് ഹാസ് എ യുണീക് പേഴ്സണാലിറ്റി. സം ആർ നോൺ ഫോർ ദ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഫെയർനെസ്, whereas others are known for their disputes and rivalries. സോ എല്ലാ വില്ലേജസിനും എന്താണ്, അവരുടേതായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. ചില വില്ലേജസ് എന്തിനായിരിക്കാം പേര് കേട്ടത്, അവരുടെ ഹോസ്പിറ്റബിൾ പെരുമാറ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിക്ക് ആയിരിക്കാം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫെയർ ആയിട്ടുള്ള സിസ്റ്റംസിനായിരിക്കാം. മറ്റു ചില വില്ലേജസ് എന്ന് പറയുമ്പോഴത്തേക്കോ അവിടെയുള്ള ശത്രുത അല്ലെങ്കിൽ അവിടെയുള്ള ഡിസ്പ്യൂട്ട്സിനായിരിക്കാം പേര് കേട്ടിട്ടുള്ളത്, പല ഗ്രൂപ്പ്സ് തമ്മിലുള്ള. ആൻഡ് ഇന്ത്യൻ പെസൻ പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് റെഡ്ഡി സംറൈസസ് ദ ടിപ്പിക്കൽ ട്രേറ്റ്സ് ആസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിലിജിയോസിറ്റി. ആൻഡ് പെസൻ പ്രൊഫൈൽ വെച്ചുകൊണ്ട് റെഡ്ഡി വില്ലേജിലുള്ള വ്യക്തികളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത്, അവര് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിലിജിയോസിറ്റിയിൽ ഊന്നു നിൽക്കുന്നവരാണ്. ആൻഡ് ഇത് രണ്ടും എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്, റിലിജിയൻ അല്ലെങ്കിൽ റിലിജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസങ്ങളുമായിട്ട് ആണ് നിലനിൽക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേറ്റലിസം, അതായത് ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ ഒരാളുടെ കപ്പാസിറ്റിനെയും കാട്ടിയും വിശ്വാസം എവിടെയാണ് നൽകുന്നത്, അവരുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ അവരുടെ യോഗത്തിന് നൽകുന്നതിനെ കുറിച്ചാണ് ഫേറ്റലിസം എന്ന് പറയുന്നത്. സോ എ ലെഷർലി ഔട്ട്ലുക്ക് ഓൺ ലൈഫ് ആൻഡ് എ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇസ് ഓഫൻ ബേസ്ഡ് ടു ദി ഇന്ത്യൻ പെസൻ പ്രൊഫൈൽ. സോ ഇന്ത്യൻ പെസൻ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും എന്താണ്, ഒരു വെരി ഫ്രീ ആയിട്ടുള്ള ഔട്ട്ലുക്ക് ആണ്. അതായത് ഒരു താഴ്ന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ലീജർലി ഔട്ട്ലുക്ക് ഉള്ള വ്യക്തികളായിട്ടാണ് പെസൻ പ്രൊഫൈൽ പെസൻസിനെ പറയുമ്പോഴത്തേക്ക് പറയപ്പെടുന്നത്. സോ റൂറൽ മേഖലയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് റൂറൽ സെക്ടേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്
ബദലായിട്ട് നിൽക്കുന്ന urban സെക്ടറിനെയും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. സോ റൂറൽ urban ഡിഫറൻസസ് എന്താണെന്നുള്ളതാണ്. സോ ദർ ഇസ് ഓൾവേസ് ദിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൂറൽ ആൻഡ് urban ലൈഫ്. ആൻഡ് അതിനെ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുന്ന ഏതിൽ കൂടെയാണ്? ത്രൂ ദി ക്വാളിറ്റി ഓഫ് ലൈഫിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യുന്നത്. സോ റൂറൽ urban കോൺട്രാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഡൈവേഴ്സിറ്റി ആൻഡ് ചോയ്സ് നമ്മൾ കരുതുകയാണെങ്കിൽ urbanൽ എപ്പോഴും നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ വ്യക്തികൾക്ക് പലതരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അത് ജെൻഡർ അടിസ്ഥാനമാക്കിയിട്ട് പലതരത്തിലുള്ള ആളുകളുണ്ട്, അവിടെ റിലിജിയൻ അടിസ്ഥാനമാക്കിയിട്ട് പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. കൂടാതെ എന്താണ്, ഇവിടെ കാസ്റ്റ് അതീതമായിട്ടല്ല ഒരു വ്യക്തികളുടെ ജോലിയോ അവരുടെ സോഷ്യൽ സെറ്റിംഗ്സോ ലൈഫ് സ്റ്റൈലോ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ ആണ് urban സെക്ടേഴ്സിൽ വരുമ്പോഴത്തേക്ക്. അതേസമയം റൂറൽ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് മോർ ലിമിറ്റഡ് ഇൻ ചോയ്സ്. അവിടെ ആളുകൾക്ക് എന്താണ്, അവർക്ക് ചോയ്സുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി കുറവാണ്, ഇല്ല എന്ന് തന്നെ ചില ഘട്ടങ്ങളിൽ പറയാൻ കഴിയും. ആൻഡ് ഇന്ററാക്ഷൻസ് മോർ സ്റ്റേബിൾ. അവിടെ വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ബാലൻസ്ഡ് ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷെ പലപ്പോഴും എന്താണ്, അതിന് സോഷ്യൽ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാസ്റ്റിന് അടിസ്ഥാനമാക്കി നിൽക്കുമ്പോഴത്തേക്ക് കാസ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഓരോ ഡിഫറെന്റ് കാസ്റ്റിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, ചോയ്സസ് കുറവാണ്, ഡൈവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ്, ആൻഡ് ഇന്ററാക്ഷൻ സ്റ്റേബിൾ ആണ്, ഉണ്ടെങ്കിൽ പോലും റെസ്ട്രിക്റ്റഡ് ആണ്. ആൻഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻസ് പറയുമ്പോഴത്തേക്ക് റൂറൽ സെക്ടേഴ്സിൽ പ്രൈമറി ഗ്രൂപ്പ്സ് തമ്മിൽ, അതായത് സ്വന്തം ഫാമിലി മെമ്പേഴ്സും സറൗണ്ടിങ്സിലുള്ള നെയ്ബേഴ്സുമായിട്ടാണ് ഇന്ററാക്ഷൻസ് നടക്കുന്നത്. അതാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രൈമറി ഗ്രൂപ്പ് ഇന്ററാക്ഷൻസ് ടേക്ക് പ്ലേസ് മോർ. ആൻഡ് അവിടെ എന്താണ്, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ആണ് കൂടുതൽ നടക്കുന്നത്. ആൻഡ് ആ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോർ ഇന്റിമേറ്റ് ആണ്, കൂടുതൽ ലോങ് ടേം ബേസ് ചെയ്തുള്ളതാണ്. പക്ഷെ urban സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കോ അവിടെ സെക്കൻഡറി ഗ്രൂപ്പുകളുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളല്ല, നമ്മുടെ സ്വന്തം ഫാമിലി അല്ല, അതിന്റെ പുറത്ത് നിൽക്കുന്ന ഗ്രൂപ്പ്സുമായിട്ടാണ്. സോ അവിടെയുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർമൽ ആണ്, മാത്രമല്ല ട്രാൻസാക്ഷണൽ ആണ്. അതായത് ഇറ്റ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്. ആൻഡ് ആ ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ദാറ്റ് ഇന്ററാക്ഷൻ ഇസ് എക്സോസ്റ്റഡ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഇസ് ഷോർട്ട് ടേം. ആൻഡ് എൻവയൺമെന്റ് ആൻഡ് ഹെൽത്ത് പറയുമ്പോഴത്തേക്ക് rural living often offers closer contact with nature and potentially less pollution, but often suffers from limited access to modern healthcare facilities. So urban മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇസ് മോർ ഇൻഫ്രാസ്ട്രക്ചറലി ഡെവലപ്ഡ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, urban സെക്ടറിലുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറൽ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ലിവിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടുതലും പൊല്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആളുകളുടെ കൂടുതലാണ്. അതേസമയം അവർക്ക് നേച്ചറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതുകൊണ്ട് തന്നെ കുറവുമാണ്. പക്ഷെ ഒരു റൂറൽ സെറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നേച്ചറുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ അവിടെ കുറവുമാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഘട്ടം എന്താണ്, അവർക്ക് പല അഡ്വാൻസ്മെന്റ്സിനോടും അല്ലെങ്കിൽ പല ഇൻഫ്രാസ്ട്രക്ചറൽ അഡ്വാൻസ്മെന്റ്സ് ഡെവലപ്മെന്റ്സും ലിമിറ്റഡ് ആണ്. ലൈക്ക് മോഡേൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ പരിമിതമായിട്ടാണ് റൂറൽ മേഖലകളിൽ കാണപ്പെടുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റ് പറയുകയാണെങ്കിൽ റൂറൽ സെക്ടറിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ കൂടുതലും നാച്ചുറൽ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് കാണുന്നത്. അതായത് either അഗ്രികൾച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി. ആൻഡ് urban ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും ഇൻഡസ്ട്രി മേഖലയായിട്ട് അല്ലെങ്കിൽ സർവീസസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് കാണപ്പെടുന്നത്.
നമ്മളിപ്പോൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസസ് ആണ്. ഇനി ഒരു റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒക്യുപ്പേഷൻ ആൻഡ് ഫാമിലി സ്ട്രക്ചർ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ റൂറൽ എന്താണ്? ഒക്യുപ്പേഷനിൽ നമ്മൾ പറഞ്ഞു പ്രിഡോമിനന്റ്ലി അഗ്രികൾച്ചർ ആണ്, അവിടെ പാട്രിയാർക്കിക്കൽ സിസ്റ്റം ആണ് ഫാമിലി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റത്തിനെയും സൊസൈറ്റീനെയും നിയന്ത്രിക്കുന്നത്. ആൻഡ് ജോയിന്റ് ഫാമിലീസ് ആണ് കോമൺ ആയിട്ടുള്ളത്. ആൻഡ് അവിടെ എന്താണ് യൂഷ്വലി ആരാണ് ഹെഡ് ഓഫ് ദി ഫാമിലി? ഇറ്റ് ഇസ് ഓൾ യൂഷ്വലി ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ. ആൻഡ് ആ വ്യക്തിയിൽ കൂടെ ആയിരിക്കും ഡിസിഷൻസ് എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത്. പക്ഷേ ഒക്യുപ്പേഷൻ ഫാമിലി സ്ട്രക്ചർ ഓഫ് അർബൻ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കൂടുതലും ആളുകൾ എന്തിലാണ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ജോലികളാണ് അവർ ഏറ്റെടുക്കുന്നത്. അതും ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടും കോമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ്, അല്ലെങ്കിൽ സർവീസ് മേഖലകളിലുള്ളതാണ്. ആൻഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ആണ്. ന്യൂക്ലിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സ്മോൾ ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാമിലീസ് ആണ്. ഒരു അച്ഛനും അമ്മയും മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വിവാഹം ചെയ്തിട്ടുള്ള വിവാഹം ചെയ്യാത്ത കുട്ടികളുമായിട്ട് താമസിക്കുന്നതാണ് ന്യൂക്ലിയർ ഫാമിലീസ് എന്ന് പറയുന്നത്. ആൻഡ് സ്ത്രീകൾക്കും എന്തുണ്ട് അവിടെ? അവർക്കും പ്രൊഫഷണൽ റോൾസ് ഉണ്ട്. അവരും എന്ത് ചെയ്യുന്നു? ദേ ആർ ഓൾസോ എക്കണോമിക്കലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ദേ ഹാവ് എ ഹയർ സോഷ്യൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് പറയുമ്പോഴത്തേക്ക് റൂറൽ മേഖലകളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ലോ സ്പെഷ്യലൈസേഷൻ ആണ് ഉള്ളത്. കാരണം എന്താണ്? അവിടുത്തെ ആളുകൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറിയിലാണ് കേന്ദ്രിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സ്പെഷ്യലൈസേഷനുള്ള ആവശ്യകതയും കുറവാണ്. ആൻഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സഫീഷ്യന്റ് ആണ്. അതായത് അവിടെ ഉള്ളവർക്ക് അവരുടെ ചുറ്റുപാടിൽ നിന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷെ അർബൻ സെക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഡിമാൻഡ്സ് ഹൈ സ്പെഷ്യലൈസേഷൻ. അതായത് പെർട്ടിക്കുലർ ടാസ്കിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാകണം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് വേണം? ബാങ്ക് വേണം, ബാങ്കേഴ്സ് വേണം, അതേപോലെ ടെക്നിക്കൽ എക്സ്പേർട്സ് വേണം, ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കണം, ആർട്ടിസൻസ് ഉണ്ടായിരിക്കണം. സോ സിറ്റീസിന് എന്തായിട്ട് നമുക്ക് പറയാം? ദേ ആർ എ ഹബ് ഫോർ ഡൈവേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ. ആൻഡ് എൻവയൺമെന്റ് ആൻഡ് നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ സെക്ടേഴ്സിൽ എന്താണ്, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ എന്താണ് ഡയറക്റ്റ് ആണ്, കോൺസ്റ്റന്റ് കോൺടാക്ട് വിത്ത് നേച്ചർ ആൻഡ് ദേ ഹെവിലി റിലൈ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. ഞാൻ പറഞ്ഞു വില്ലേജസ് എന്ന് പറയുമ്പോൾ സെൽഫ് സസ്റ്റെയിനിങ് യൂണിറ്റ്സ് ആണ്. ആ സെൽഫ് സസ്റ്റെയിനൻസ് എവിടെ നിന്ന് വരുന്നു? അവർ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ കോൺസ്റ്റന്റ്ലി ഡയറക്ട്ലി നേച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നേച്ചറിനെ അവർ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ദേ കൺസിഡർ ഇറ്റ് ആസ് മദർ നേച്ചർ. പക്ഷെ അർബൻ സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എൻവയൺമെന്റ് ആണ് നമ്മുടെ ചുറ്റും കാണപ്പെടുന്നത്. ദർ ഇസ് നോ, അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ കാണുന്ന പോലുള്ള ഒരു ഇന്ററാക്ഷൻ ഇറ്റ് ഇസ് നോട്ട് ദർ. സോ ദേ ആർ ലാർജ്ലി ഐസൊലേറ്റഡ് ഫ്രം ദി നാച്ചുറൽ വേൾഡ്. ആൻഡ് ഫാമിലി പ്രിൻസിപ്പിൾസ് ആൻഡ് ട്രഡീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റൂറൽ മേഖലയിൽ നമുക്ക് എന്ത് കാണാം? ട്രഡീഷണൽ ആണ് അവര്. ദേ ഓൾസോ ഡെഡിക്കേറ്റഡ് ടു കസ്റ്റംസ്. അവര് കൂടുതൽ ട്രഡീഷണൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ കസ്റ്റംസിന് ഇമ്പോർട്ടൻസ് നൽകുന്നവരാണ്. എൽഡർലി മെമ്പേഴ്സിനാണ് അവിടെ കൂടുതൽ പവർ ഉള്ളത്. അവരാണ് കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ളത്. ആൻഡ് ഗ്രൂപ്പ് സോളിഡാരിറ്റി ഇസ് ദി പ്രയോറിറ്റി ഓവർ ഇൻഡിവിജ്വൽ ഓട്ടോണമി. റൂറൽ ഏരിയയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുടുംബത്തിനെയും കാട്ടിയും എന്താണ് അവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ആണ് അവർക്കുള്ളത്. സോ അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി കുറവാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഓട്ടോണമിയും അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. അതേസമയം അർബൻ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് കാണാം? ഫോർവേഡ് തിങ്കിങ് ആണ് ആളുകൾ ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സോഷ്യൽ ചേഞ്ച് ആൻഡ് മൊബിലിറ്റി കൂടുതലുണ്ട്. സോ ഇവിടെ നമ്മളുടെ സൊസൈറ്റിനെ നിയന്ത്രിക്കുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള നോംസ് അതൊന്നും തന്നെ അർബൻ ഏരിയസിൽ വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രാധാന്യം ഇല്ല. ഇവിടെ കൂടുതൽ എന്താണ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ആൻഡ് ഇൻഡിവിജ്വൽ ഓട്ടോണമിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയാസിൽ എന്താണ് അവിടെ എഡ്യൂക്കേഷനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ കുറവാണ്, പരിമിതമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ ലാക്കിംഗ് ആണ്.
ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അവിടെ പലയിടങ്ങളിലും നോൺ എക്സിസ്റ്റന്റ് ആണ്. പക്ഷെ അർബൻ സെക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനേകമാണ്. അതേപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ഇവർക്കെല്ലാം തന്നെ ഉള്ളത്. അത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിലനിർത്താൻ കഴിയുന്ന രീതിക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയുണ്ട്. സോ അവിടെ എന്താണ്, ദേ ഹാവ് എ സുപ്പീരിയർ ലേണർ എക്സ്പീരിയൻസ്. അവിടെ കുട്ടികൾക്ക് എന്തിനുള്ള അവസരമുണ്ട്, അവർക്ക് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് കൈവരിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ ബോത്ത് പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ആൻഡ് ഹോമോജനിറ്റി വേഴ്സസ് ഹെട്രോജനിറ്റി, അതായത് റൂറൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇവിടെ ഒരു ഹോമോജിനസ് ആയിട്ടുള്ള ഐഡന്റിറ്റി പലപ്പോഴും കാണാം. കാരണം എന്താണ്, ആളുകളിൽ സിമിലർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവർ ഒരേ ഹിസ്റ്റോറിക്കൽ കാഴ്ചപ്പാടും ഒരേ ഒറിജിൻസിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ആ ഒരു ഒരുമയുണ്ട്. സോ സോഷ്യൽ ടൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രോങ് ആണ്, ആക്റ്റീവ് ആണ്, ഹോമോജനസ്. പക്ഷെ അർബൻ സെക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കോ പലർക്കും തമ്മിൽ അറിഞ്ഞുകൂടായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അനോണിമിറ്റി, ഇൻഡിവിജ്വാലിറ്റി കൂടുതൽ ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് ആണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹെട്രോജനസ് ആണ്. ആൻഡ് സോഷ്യൽ മൊബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ റൂറൽ മേഖലയിൽ ദർ ഇസ് എ ലോവർ മൊബിലിറ്റി. അതായത് ഒക്യുപ്പേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സ് എന്താണോ ചെയ്തിട്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് എന്താണോ അവരിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ജോലി മേഖലയിലേക്ക് മാത്രമേ അവർക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇസ് ഡിക്റ്റേറ്റഡ് ബൈ ട്രഡിഷൻ, അതായത് ഇറ്റ് ഇസ് ഡിക്റ്റേറ്റഡ് ബൈ കാസ്റ്റ്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി സ്റ്റേബിളും ആണ്. പക്ഷേ എന്തിനുള്ള സാധ്യതയില്ല, അതിൽ നിന്ന് മാറാനുള്ള മൊബിലിറ്റിക്കുള്ള സാധ്യത ഇല്ല. പക്ഷെ അർബൻ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് ദർ ഇസ് എ ഹയർ മൊബിലിറ്റി. അതായത് പീപ്പിൾ ഫ്രീക്വന്റ്ലി ചേഞ്ച് റെസിഡൻസ്. അവര് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് താമസിക്കണമെന്നില്ല, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ഒതുങ്ങണമെന്നില്ല. അവര് പലപ്പോഴും എന്താണ്, പല മേഖലകളിലായിരിക്കാം അല്ലെങ്കിൽ പല ഏരിയാസിൽ താമസിക്കുന്നവരായിരിക്കാം. പല പല ജോലികൾ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് ഒരു വ്യക്തിക്ക് അതിനുള്ള ഒരു സ്പെഷ്യലൈസേഷനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോലി തിരഞ്ഞെടുക്കാൻ കഴിയും. ഇപ്പൊ ഒരാൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽസ് കൂടുതലാണെങ്കിൽ എന്താണ്, അവർക്ക് ബാങ്കിങ് ജോലി ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഡോക്ടർ ആകാൻ കഴിയും, ഇല്ലേ? അവരുടെ കാസ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല അവരെന്ത് ജോലി ആയിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളത്. സോ പീപ്പിൾ ക്യാൻ ടേക്ക് അപ്പ് ഡിഫറെന്റ് ജോബ്സ്. ആൻഡ് അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, ഒരു വ്യക്തിയുടെ മെറിറ്റ്, കപ്പാസിറ്റിക്കും അവർക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഓർ സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് തന്നെ അർബൻ മേഖലയിലുള്ള ആളുകളുടെ ഇടയിൽ ദർ ഇസ് എ ഹയർ മൊബിലിറ്റി. ഇനി സോഷ്യൽ കൺട്രോൾ പറയുകയാണെങ്കിൽ റൂറൽ മേഖലയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഇൻഫോർമൽ കൺട്രോൾ ആണ് ഉള്ളത്. ആ കൺട്രോൾ ഫാമിലി, നെയ്ബർഹുഡ് ആൻഡ് സോഷ്യൽ ഡിസപ്രൂവലിന് വിധേയമാക്കിക്കൊണ്ടാണ് നടപ്പാക്കി വരുന്നത്. അതേസമയം അർബൻ മേഖലകളിൽ ഫോർമൽ കൺട്രോൾ ആണ് കാണപ്പെടുന്നത്. അതായത് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലോസ്, പോലീസ് അല്ലെങ്കിൽ മറ്റ് ലീഗൽ ആയിട്ടുള്ള ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടപ്പാക്കുന്നതിന് വിധേയമാകുന്നതാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. അതാണ് അർബൻ ഏരിയകളിൽ കണ്ടുവരുന്നത്. ആൻഡ് റൂറൽ ഏരിയാസിലുള്ള സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിരിക്കും. ആൻഡ് ആ സ്ലോ ആകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി ഡ്യൂ ടു ലിമിറ്റഡ് കോമ്പറ്റീഷൻ. അർബൻ സെക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, എല്ലാവരും ദേ ആർ ഡ്രിവൺ ബൈ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആകുക, കൂടുതൽ നേടുക എന്നുള്ളതാണ് അർബൻ മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ആശയം. പക്ഷെ അത് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ റൂറൽ മേഖലാസിൽ എന്താണ്, സ്ലോ ആണ് ട്രാൻസ്ഫോർമേഷൻ. അവരുടെ തനതായിട്ടുള്ള ബേസിക് ആൻഡ് ലോക്കൽ ടെക്നോളജീനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. പക്ഷെ അർബൻ സെക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് എന്താണ്, റാപ്പിഡ് ആയിട്ട് സോഷ്യൽ ചേഞ്ചസ് നടക്കുന്നു. കാരണം എന്താണ്, ഇന്റൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, ഡേ ടു ഡേ ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻസ് നടക്കുന്നുണ്ട്, സയന്റിഫിക് ആണ് അവരുടെ അപ്രോച്ച്. സോ സോഷ്യൽ ചേഞ്ചും അതേപോലെ പ്രോഗ്രസീവ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ്ലി നടക്കുന്നു. ആൻഡ് ഹെൽത്ത് കെയർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ മേഖലകളിൽ എന്താണ്, ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവിടെ
ആശുപത്രികൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സും അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫും ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? റൂറൽ ഏരിയാസിലുള്ള അവർ പലപ്പോഴും അർബൻ മേഖലകളിലേക്ക് അവർക്ക് ഹെൽത്ത് കെയറിന് വേണ്ടി ട്രാവൽ ചെയ്ത് കണ്ടെത്താനായിട്ട് വരേണ്ടി വരുന്നു. പക്ഷെ അതേസമയം മോഡേൺ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ മെഡിസിൻ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. ദേ ഹാവ് ഡെവലപ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് ഡേ ടു ഡേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈസിലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇറ്റ് ഇസ് അവൈലബിൾ. ആൻഡ് ഹൗസിംഗ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ റൂറൽ ഏരിയാസിൽ എന്താണ്, പലപ്പോഴും അവിടെ ഉള്ള മെറ്റീരിയൽസ് അവരുടെ ചുറ്റും നിന്നുള്ള വസ്തുക്കളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ വീട് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പലപ്പോഴും അത് ചെളി കൊണ്ടോ ഓലമേഞ്ഞതോ ഒക്കെ ആകാം, ഹട്ട്സ് പോലത്തെ വീടുകളാകാം. അതായത് മോഡസ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സിവിയറിറ്റിക്ക് അത് വിധേയമാകാറുമുണ്ട് പലപ്പോഴും. പക്ഷെ അർബൻ സെറ്റിംഗ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? കല്ലും മണ്ണും സിമെന്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വീടുകളാണ് കാണുന്നത്. ആൻഡ് ആ വീടുകൾ എന്ന് പറയുന്നത് എന്താണ്, ടെക്നോളജിയും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. കൂടാതെ ഈ പറയുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയിലുള്ള ഹൗസിംഗ് സ്ട്രക്ചേഴ്സ് ആണ് അർബൻ മേഖലകളിൽ കാണുന്നത്. ഇനി ബിലീവ്സ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബിഹേവിയറിലേക്ക് നോക്കുകയാണെങ്കിൽ റൂറൽ മേഖലകളിൽ എന്താണ്, റിജിഡ് ആയിട്ടുള്ള നോംസ് ആണ്. അവിടെ അവര് ഒരു പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ എല്ലാവരും ഒരേപോലെ പാലിച്ചു വരുന്ന നിയമങ്ങളിൽ നിന്ന് ഒരാളോ ഒരു കൂട്ടമോ വ്യതിചലിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരെ മാറ്റി നിർത്തിപ്പെടുന്ന ഒരു ഏലിയനേറ്റ് ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നു. പക്ഷെ എന്നാലും എന്താണ്, അവിടെയുള്ള ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ ഹെൽപ്ഫുൾ ആൻഡ് കമ്മ്യൂണൽ ആയിട്ടാണ് കാണപ്പെടുന്നത് റൂറൽ ഏരിയാസിലുള്ള ആളുകളെ. അതേസമയം അർബൻ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, അവര് ഡൈവേഴ്സ് റിലിജിയൻ ആൻഡ് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റൈൽസിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെ ഗവേൺ ബൈ ഫാഷൻ ആൻഡ് ഫോർമൽ ലോ. സോ ബിഹേവിയർ എന്ന് പറയുന്നത് മോർ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് അർബൻ മേഖലാസിൽ. സോ ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇസ് ദി ഇന്റർഡിപെൻഡൻസി ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ്. സോ റൂറൽ സെക്ടർ ആയാലും അർബൻ സെക്ടർ ആയാലും രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിന്ന് പോകുന്നു. പക്ഷെ രണ്ടും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ല. വൺ ഈസ് ഓൾവേസ് ഡിപെൻഡന്റ് ഓൺ ദി അതർ. അവർ തമ്മിലൊരു ഇന്റർഡിപെൻഡൻസി എപ്പോഴും ഉണ്ട്. സോ ദി അർബൻ റൂറൽ ഡിവൈഡ് ഇസ് നോട്ട് എ വാൾ ബട്ട് എ ബ്രിഡ്ജ്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം, നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ എന്താണ്, വ്യത്യാസങ്ങളാണ് പറഞ്ഞത് ഇവരുടെ ഇടയിലുള്ള. പക്ഷെ ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ എന്താണ്, ഇവരെ ഡിവൈഡ് ചെയ്യുന്ന ഘടകങ്ങളല്ല. പകരം എന്താണ്, ഇതിനൊരു ബ്രിഡ്ജ് ആയിട്ട് വേണം കാണാൻ. അതായത് മോസ്റ്റ് അർബൻ സെന്റേഴ്സ് ബിഗിൻ ആസ് റൂറൽ സെറ്റിൽമെന്റ്സ് ആൻഡ് ആർ ഇവോൾവ് ത്രൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. സോ നമ്മൾ ഇപ്പോൾ പറയുന്ന അർബൻ സെന്റേഴ്സ് ഒരു കാലത്ത് എന്തായിരുന്നു, അത് റൂറൽ മേഖലകളായിരുന്നു. ആ റൂറൽ മേഖലകളിൽ എങ്ങനെയാണ് മാറ്റപ്പെട്ടത്, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുകയും ചെയ്തപ്പോഴത്തേക്കാണ് പല റൂറൽ സെറ്റിംഗ്സും അർബൻ സെന്റേഴ്സ് ആയിട്ട് മാറിയത്. സോ ദർ സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ എ കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സസ്, പീപ്പിൾ ആൻഡ് സ്ട്രാറ്റജീസ്. സോ ഒന്നിന് സർവൈവ് ചെയ്യാൻ എന്താണ്, മറ്റൊന്നിൽ നിന്ന് റിസോഴ്സസ് വേണം, വ്യക്തികൾ വേണം, അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ വേണം. സോ ദർ ഇസ് എ ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ, അതായത് റൂറൽ ടു അർബൻ ആൻഡ് അർബൻ ടു റൂറൽ. റൂറൽ ടു അർബൻ എന്ന് പറയുമ്പോഴത്തേക്ക് അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും റോ മെറ്റീരിയൽസും ലേബറും നൽകിക്കൊണ്ട് അവിടുത്തെ സിറ്റി ലൈഫിനെയും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെയും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു റൂറൽ ഘടകമാണ്. അതേസമയം അർബൻ ടു റൂറൽ എന്ന് പറയുമ്പോഴത്തേക്കോ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസ് ആൻഡ് എക്കണോമിക് റീഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഗവേണൻസ്. സോ അർബൻ സെക്ടേഴ്സിൽ നടക്കുന്ന ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസും എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റുമാണ് എന്തിലേക്ക് നയിക്കുന്നത്, അവിടെ റൂറൽ ഏരിയാസിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഗവേണൻസിനുമായിട്ട് സഹായിക്കുന്നത്. സോ 4 പില്ലറുകളാണ് ഉള്ളത്. അതായത് റൂറൽ അർബൻ കണക്ഷൻ പറയുമ്പോഴത്തേക്ക് ദർ ആർ 4 pillars.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എക്കോളജി ആൻഡ് അനദർ ഇസ് എക്കണോമിക്സ് ആൻഡ് തേർഡ് ഇസ് സോഷ്യൽ കമ്പോണൻസ് ആൻഡ് ഫോർത്ത് ഇസ് ഹെൽത്ത്. സോ എക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടും തമ്മിൽ എന്താണ്, ദർ ഇസ് എ പ്രൈമറി ഇക്കോളജിക്കൽ ഡിഫറൻസ്. അതായത് അർബൻ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദേ ആർ ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ്. അതേസമയം റൂറൽ മേഖലകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഹാവ് എ ലോ ഡെൻസിറ്റി. സോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പക്ഷെ എന്താണ്, ഒരിക്കലും എന്താണ് സ്റ്റാറ്റിക് അല്ല, ഇറ്റ് ഈസ് ഡൈനാമിക്. ഈ അവിടെ എപ്പോഴും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് പോപ്പുലേഷൻ വളരുകയും റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ആ ഡെൻസിറ്റിയിൽ മാറ്റം ഉണ്ടാകുകയാണ്. എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് ലേബർ നോക്കി പറയുകയാണെങ്കിൽ ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൂറൽ ഏരിയയിലെ ഫോക്കസ് എപ്പോഴും അഗ്രികൾച്ചർ ക്യാപിറ്റലാണ്. അതേസമയം അർബൻ മേഖലയിൽ മാനുഫാക്ചറിങ്ങും സർവീസിലുമാണ് ഈ ഇൻകം ജനറേഷൻ നിലനിൽക്കുന്നത്. ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റന്റ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാഫിക്. സോ എപ്പോഴും എന്താണ്, ഒരു റൂറൽ അർബൻ മൈഗ്രേഷൻ നമുക്ക് കാണാം. പീപ്പിൾ മൂവ് ടു ഡിഫറെന്റ് സിറ്റീസ് ഫോർ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലെ, ആളുകൾ എപ്പോഴും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി തേടിക്കൊണ്ട് എവിടത്തേക്ക് പോകുന്നു, അവര് പലപ്പോഴും സിറ്റീസിലേക്ക്, റൂറൽ മേഖലയിൽ നിന്ന് മാറിക്കൊണ്ട് അർബൻ ഏരിയകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സിറ്റീസിനും അർബൻ ഏരിയാസിനും നിലനിൽക്കണമെങ്കിൽ ലേബർ ഫോഴ്സ് എവിടെ നിന്ന് ലഭിക്കണം, റൂറൽ ഏരിയാസിൽ നിന്ന് ലഭിക്കണം. ആൻഡ് പലപ്പോഴും അർബൻ ഏരിയാസിലുള്ള സിറ്റീസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആക്ട് ആസ് പ്രൈമറി മാർക്കറ്റ്സ് ഫോർ ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ റൂറൽ ഏരിയാസ്. അങ്ങനെ എക്കണോമിക്കലി നോക്കുമ്പോഴത്തേക്ക് why we consider it as a pillar for rural and urban connections. സോഷ്യൽ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ ബിഹേവിയർ ആൻഡ് വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ഫാക്ടർ ടു മെഷർ. എന്താണ് ബിഹേവിയർ ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ദൃഢമായിട്ട് നിശ്ചയിച്ച് അളക്കാൻ പറ്റുന്ന വസ്തുക്കളല്ല. അവിടെ ആളുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ള, അവരുടെ പെരുമാറ്റമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ. സോ ഇറ്റ് ഇൻവോൾവ്സ് ഹൗ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇവോൾവ് സോഷ്യൽ നോംസ്. അവിടെ എന്താണ്, എങ്ങനെയാണ് ആളുകൾ നിലനിൽക്കുന്ന സോഷ്യൽ നോംസിനെ അംഗീകരിക്കുന്നതുള്ളതും മാറ്റത്തിന് വിധേയമാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അതേസമയം അസിമിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ടു urbanization the distinct social behaviors of both regions are slowly emerging as slowly merging, and this process is known as social assimilation. Social assimilation എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടിടങ്ങളിലും കാണപ്പെടുന്ന സോഷ്യൽ ബിഹേവിയേഴ്സ് എന്ത് സംഭവിക്കുകയാണ്, അവിടെയുള്ള സോഷ്യൽ ബിഹേവിയേഴ്സ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു അസിമിലേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ റൂറൽ നിന്ന് അർബനിലേക്ക് ആളുകൾ പോകുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഉള്ള സോഷ്യൽ സെറ്റിങ്സുമായിട്ട് ഇഴുകിച്ചേർന്ന് അവർക്ക് അസിമിലേറ്റഡ് ആകാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ പാരഡോക്സ്. അതായത് റൂറൽ എന്താണ്, പലപ്പോഴും കൂടുതൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ എന്താണ്, അവരെ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ഓൺ ദം. കാരണം എന്താണ്, ദേ ആർ ദ വൺസ് ഹു ഫീഡ് ദ നേഷൻ. അവർ അഗ്രികൾച്ചറിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ദേ ആർ ഫീഡിങ് ദ എൻറ്റയർ നേഷൻ. ആൻഡ് റൂറൽ ഹോസ്പിറ്റൽസിന് അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ദേ ഹാവ് എ ലോവർ ഫണ്ടിങ്. കാരണം സർവീസ് പേയ്മെന്റ് എന്ന് പറയുന്നത് അവിടെ പലപ്പോഴും കുറവാണ്. ആളുകളിൽ നിന്ന് ഇപ്പൊ അർബൻ ഏരിയാസിൽ ഹോസ്പിറ്റൽസിൽ നിന്ന് ആളുകളെ ചികിത്സിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവണത റൂറൽ ഹോസ്പിറ്റലുകളിൽ ഇല്ല. അവിടെ കൂടുതൽ എന്താണ് കാണപ്പെടുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസും പബ്ലിക് ഫെസിലിറ്റീസുമാണ് ഉള്ളത്. സോ റൂറൽ റെസിഡൻസ് പലപ്പോഴും എന്ത് ചെയ്യും, ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ദി അർബൻ സെന്റേഴ്സ് ഫോർ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. സോ അർബൻ മേഖലയിലുള്ള ആളുകൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ വേണമെങ്കിലോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേണമെങ്കിലോ അവർ ആരെയാണ് ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡന്റ് ഓൺ ദി അർബൻ ഏരിയാസ്. അതേസമയം അർബൻ സെന്റേഴ്സ് റൂറൽ മേഖലയിലുള്ള ആളുകളുടെ ഹെൽത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം എന്താണ്, ബിക്കോസ് റൂറൽ ഏരിയയിലുള്ള ആളുകൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ ഫുഡ് സപ്ലൈ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ.
സോ ഈ തരത്തിൽ റൂറൽ ആൻഡ് അർബൻ സെക്ടറിലുള്ള ബന്ധം നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അവിടെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയാലും റെപ്രസെന്റേഷൻ ആയാലും സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എസെൻഷ്യൽ സർവീസ് എല്ലാം നൽകിക്കൊണ്ട് അവരുടെ ഒരു ഗവൺമെന്റിൽ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിൽ നമ്മൾ പോരായ്മകളായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ കഴിയും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ യൂണിറ്റ് 1 ഉള്ളതാണ്. നമുക്ക് യൂണിറ്റ് 2 പോകാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചോ. ഓക്കെ, സോ യൂണിറ്റ് 2 എന്ന് പറയുന്നത് പെസന്റ് സൊസൈറ്റി കാസ്റ്റ് ക്ലാസ് ഡിഫറൻസസ് ആണ് നോക്കേണ്ടത്. സോ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ എറയിൽ, അതായത് 16th to 17th സെഞ്ചുറിയുടെ ഇടയിലുള്ളൊരു കാലഘട്ടത്തിലുള്ള ഇന്ത്യയിലുള്ള പെസന്റ് സൊസൈറ്റീനെ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അവിടുത്തെ ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85% ആളുകളും എവിടെയായിരുന്നു? റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ വില്ലേജസിൽ താമസിക്കുന്നവരായിരുന്നു. ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻവോൾവ് ബോത്ത് ലാൻഡഡ് ജെൻട്രി ആൻഡ് പെസൻട്രി. സോ അവിടെയുള്ള സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഊന്നു നിൽക്കുന്നവരായിരുന്നു. ആൻഡ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമി ഉള്ളവർ, അതായത് ലാൻഡ് ഓണേഴ്സ്, ജമീന്ദാസും പെസൻസും തമ്മിലുള്ള ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ആൻഡ് അവിടുത്തെ ഇന്ററാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻസ് വർ ഡിഫൈൻഡ് ബൈ എ മിക്സ് ഓഫ് കോപ്പറേഷൻ, റൈവൽറി ആൻഡ് കോൺഫ്ലിക്ട് ആസ് ഓൾ പാർട്ടീസ് ക്ലെയിംഡ് എ പോർഷൻ ഓഫ് ഹാർവെസ്റ്റ്. സോ അവിടെ എപ്പോഴും അവിടുത്തെ ഇന്ററാക്ഷൻ എന്താണ്? ഒരു കോൺഫ്ലിക്ട് ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ് കോപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ളായിരുന്നു. ആ കോപ്പറേഷൻ എന്തുകൊണ്ടാണ്? അവർക്ക് അഗ്രികൾച്ചറിലേക്ക് അതിന്റെ ഭാഗമാകാനും അഗ്രികൾച്ചറിൽ നിന്ന് വിളവെടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുമായിരുന്നു അവിടുത്തെ ഇന്ററാക്ഷന്റെ ഭാഗമാകുന്നത്. സോ കൊളോണിയൽ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? കൊളോണിയലിസം ആക്ടഡ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ മാസീവ് സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ലീഡിംഗ് ടു ദി ഡിസൊല്യൂഷൻ ഓഫ് ദി ലോങ് സ്റ്റാൻഡിംഗ് ട്രഡീഷണൽ ഓർഗനൈസേഷൻ. സോ ഒരു കൊളോണിയലിസം അല്ലെങ്കിൽ കൊളോണിയൽ കാലയളവിൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൊസൈറ്റി വില്ലേജ് റൂറൽ എന്നുള്ള ആ ഒരു മാറ്റം കൂടുതൽ ദൃഢമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കൊളോണിയൽ വരവോടെ സോഷ്യൽ സ്ട്രക്ചർ തന്നെ മാറ്റപ്പെട്ടു. ആളുകളുടെ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ നടന്നു. അവർക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചു. അവർ കൂടുതൽ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടായി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് പറയാം? കൊളോണിയലിസത്തിന് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് കാണാം. അതായത് ആ വില്ലേജ് കമ്മ്യൂണിറ്റീസിന് അല്ലെങ്കിൽ സൊസൈറ്റീസിന് മാസീവായിട്ട് സോഷ്യലി ആകട്ടെ എക്കണോമിക്കലി ആകട്ടെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു കൊളോണിയലിസം. സോ അവിടെ ഒരു ന്യൂ ക്ലാസ് ഹയറാർക്കി നമുക്ക് കാണാൻ കഴിയണം. അതായത് ദർ ഇസ് എ റിജിഡ് സ്ട്രക്ചർ വിച്ച് എമേർജ്ഡ് ദാറ്റ് വാസ് ഫുള്ളി ട്രഡീഷണൽ, ഫ്യൂഡൽ, നോ ക്യാപിറ്റലിസ്റ്റ്. സോ ആ കാലയളവിൽ, കൊളോണിയൽ കാലയളവിൽ എന്ത് സംഭവിച്ചു? ഒരു പുതിയതായിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായത്. അതായത് ആ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പൂർണ്ണമായിട്ട് ട്രഡീഷണൽ ആണോ? അല്ല. അതേസമയം പൂർണ്ണമായിട്ട് ഫ്യൂഡലും അല്ല, പക്ഷെ ക്യാപിറ്റലിസം അല്ല. പക്ഷെ എന്നാലും എന്ത് സംഭവിച്ചിരുന്നു? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 2 തരം ആയിട്ട് തന്നെ നിലനിന്നിരുന്നു. 2 തരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ടോപ്പ് ടിയർ അല്ലെങ്കിൽ ആ സോഷ്യൽ ഹയറാർക്കിയിൽ ഹയർ പൊസിഷനിൽ വരുന്നത് ആരായിരുന്നു? ലാൻഡ് ലോർഡ്സും മണി ലെൻഡേഴ്സും. അതേസമയം ബോട്ടം ലെവലിൽ, അതായത് താഴ്ന്ന ഭാഗത്തിലേക്ക് ആരായിരുന്നു? ടെനൻസും ഷെയർ ക്രോപ്പേഴ്സും അഗ്രികൾച്ചറൽ ലേബറേഴ്സും ആയിരുന്നു. പക്ഷെ കൊളോണിയലിസത്തിന്റെ വരവോടെ കൂടുതൽ ആളുകൾ എന്തിലേക്ക് മാറാൻ തുടങ്ങി? there was a massive increase in tenancy. കൂടുതൽ ആളുകളും ഭൂമി ഒരു ടെനൻസിയിലേക്ക് മാറുകയായിരുന്നു. ആൻഡ് there was a creation of hierarchy of middlemen. അതായത് സ്റ്റേറ്റും ആക്ച്വലി അഗ്രികൾച്ചറിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു മിഡിൽ മാൻ വന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു 2 tiers ആണുള്ള ഹയറാർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഘട്ടങ്ങളായിട്ട് സൊസൈറ്റി മാറിയിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിലേക്ക് ഒരു സിസ്റ്റം ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു മൂന്നാമത്തെ ഒരു പാർട്ടിയും കൂടെ വരികയാണ്. സോ ദി സ്റ്റേറ്റ് ഫോക്കസ്ഡ് ഹെവിലി ഓൺ ദി പെസൻട്രി ബിക്കോസ് ലാൻഡ് റവന്യൂ വാസ് ഇറ്റ്സ് പ്രൈമറി
സോഴ്സ് ഓഫ് ഫണ്ടിങ്. സോ സ്റ്റേറ്റിന്റെ ഫോക്കസ് എവിടെയായിരുന്നു? പെസന്റ് വിഭാഗത്തിലായിരുന്നു. അതായത് ഭൂമിയിൽ ജോലി ചെയ്യുന്ന അഗ്രികൾച്ചർ എംപ്ലോയ് ചെയ്ത അഗ്രേറിയൻസിന്റെ ഇടയിലായിരുന്നു സ്റ്റേറ്റിന്റെ ഫോക്കസ്. കാരണം എന്തായിരുന്നു? അവരിൽ നിന്നാണ് ഇവർക്ക് ലാൻഡ് റവന്യൂ, ടാക്സിന്റെ ഫോമിൽ ഇവർക്ക് വരുമാനം, റവന്യൂ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടിരുന്നത്. സോ പെസന്റ് സൊസൈറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണം? പെസൻസ് ആരാണെന്നുള്ളത് നോക്കേണ്ടതാണ്. സോ പെസന്റ് എന്ന വാക്കിന്റെ ആ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ പറയുന്ന 16th and 17th സെഞ്ചുറിയിൽ ആണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു പ്രയോഗം കാണപ്പെടുന്നത്. ആൻഡ് പെസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആളുകളെ ആണ്, റൂറൽ പുവറിനെയാണ് പറയാനായിട്ട് ഈ പെസന്റ് എന്ന വാക്ക് ഉപയോഗിച്ച് വരുന്നത്. ആൻഡ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും കിസാൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിൽ നിൽക്കുന്ന കിസാൻസ് എന്ന് പറയുന്ന അവരെയാണ് പെസൻസ് ആയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. സോ ഇതിന്റെ ഒരു ലിറ്ററൽ മീനിങ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ബേസിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ പണിയെടുക്കുന്ന ആരെയും പെസന്റ് ആയിട്ട് പറയാം. സോ ഹിസ്റ്റോറിക്കൽ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഫാമർ ഓർ ലേബറർ വിത്ത് റെസ്ട്രിക്റ്റഡ് ലാൻഡ് ഓണർഷിപ്പ് ഹു പ്രൊവൈഡഡ് റെന്റ്, ടാക്സസ് ആൻഡ് സർവീസസ് ടു ലാൻഡ് ലോഡ്. സോ ഒരു ടെനന്റ് എന്ന് പറയുന്ന ആരാണ്? ഒരു കൃഷിക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ പണിയെടുക്കുന്ന ഒരു ലേബറർ ആയിരിക്കാം. അവരുടെ പ്രത്യേകതകൾ എന്താണ്? അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് ഇല്ല. പകരം എന്താണ്? അവര് വേറൊരു വ്യക്തിയുടെ ഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഭൂമിക്കുള്ള റെന്റും നൽകണം, ടാക്സും നൽകണം. അതേസമയം ആ ഭൂമി ലാൻഡ് ലോഡിന് സർവീസസ്, അവര് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന വസ്തുക്കൾ അവർക്ക് നൽകേണ്ടതുമാണ്. സോ അതാണ് പെസന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹിസ്റ്റോറിക് ഡെഫിനിഷൻ. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കിസാൻ എന്ന് പറയുന്ന ആ ടെർമിനോളജി അല്ലെങ്കിൽ ആ കാറ്റഗറിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് പല വ്യത്യാസങ്ങൾ കാണാം. അതായത് the term peasant acts as an umbrella for individuals who are dependent on land. ഭൂമിയുമായിട്ട് ഏതൊരു വിധത്തിലും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിനെ നമ്മൾ പെസന്റ് അല്ലെങ്കിൽ കിസാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കാണാനായിട്ട്. അതായത് നമ്മളുടെ ഇടയിൽ ആരൊക്കെയുണ്ട്? ഭൂമി ഉണ്ടായിട്ട് ആ ഭൂമിയിൽ സ്വയം പണിയെടുക്കുന്ന കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്, അവര് ഓണർ കൾട്ടിവേറ്റേഴ്സ്. രണ്ടാമതായിട്ട് സൂപ്പർവൈസിങ് അഗ്രികൾച്ചറിസ്റ്റ്, അതായത് മറ്റുള്ളവരെ കൊണ്ട് ലേബറേഴ്സിനെ കൊണ്ട് അഗ്രികൾച്ചറിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സൂപ്പർവൈസിങ് അഗ്രികൾച്ചറലിസ്റ്റ് ഉണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്രോപ്പേഴ്സ് ആൻഡ് റെന്റേഴ്സ്, ഭൂമി റെന്റിന് എടുത്തുകൊണ്ട് അവര് കൾട്ടിവേറ്റ് ചെയ്ത് അവരുടെ വിളവ് പങ്കുവെക്കുന്ന കൂട്ടമാണ് മറ്റൊന്ന്. നാലാമത് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്ലെസ് ലേബർ, അതായത് ഭൂമി ഇല്ലാത്ത ലേബർ മാത്രം കൈ ഉള്ള ഒരു കൂട്ടമാണ് ലാൻഡ്ലെസ് ലേബറേഴ്സ്. അഞ്ചാമതായിട്ട് പറയുന്നത് ആബ്സെന്റി ലാൻഡ് ലോഡ്സ്, അതായത് ദോ ദേ ഡു നോട്ട് ടിൽ ദ ലാൻഡ് ദേ ആർ പാർട്ട് ഓഫ് ദി അഗ്രേറിയൻ സിസ്റ്റം. അതായത് പഴയ ഫ്യൂഡൽ ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് അവരെന്ത് ചെയ്യുന്നു? അവർ നേരിട്ട് ഒരിക്കലും ഭൂമിയായിട്ട് അഗ്രികൾച്ചർ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നില്ല. പക്ഷെ അവര് അഗ്രികൾച്ചർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കാരണം എന്താണ്? ആ ലാൻഡ് എന്നുള്ള ഐഡിയ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. പ്രഭാകരൻ മ്യൂട്ട് ചെയ്യണേ. സോ വില്ലേജിന് നമ്മൾ എന്തായിട്ട് കാണണം? വില്ലേജിന് ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് വേണം കാണാൻ. സോ ദ വില്ലേജ് എന്താണ്? അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു ഏറ്റവും അടിസ്ഥാന ഘട്ടത്തിലുള്ള ഒരു ഘടകമാണ്. ആൻഡ് പെസന്റ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? പെസന്റ് ലൈഫിന്റെ ജീവിതം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ കലണ്ടർ ആണ്. അതായത് ടില്ലിംഗ്, സോയിലിംഗ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. ഒരു പെസന്റിന്റെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. അവര് ഭൂമിനെ തയ്യാറാക്കുന്നു, അവര് വിളവിറക്കുന്നു, അതിൽ നിന്ന് വിളവെടുക്കുന്നു. ഇതാണ് ഒരു പെസന്റ് സീസണൽ ലൈഫ് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ പൊളിറ്റിക്കൽ റോൾ നോക്കിക്കഴിഞ്ഞാൽ പെസൻസ് വർ നോട്ട് ജസ്റ്റ് റവന്യൂ സോഴ്സസ്, ദേ വർ പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ഹൂ ഒക്കേഷണലി റിവോൾട്ടഡ് അഗൈൻസ്റ്റ് ലാൻഡ് ലോഡ്സ് ആൻഡ് കൊളോണിയൽ സ്റ്റേറ്റ്. സോ ഇവരുടെ ഒരു ജീവിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവര് ഭൂമി ഇല്ലാത്തവരാണ്. ഇവര് എന്നാൽ നിരന്തരം അവരുടെ കഴിവുകൊണ്ട് ഭൂമിനെ തയ്യാറാക്കി അതിൽ വിളവെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. പക്ഷെ അവരുടെ ലേബർ കൊണ്ട് അവര് അച്ചീവ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു വരുമാനം അവരിലേക്ക് ചെന്നെത്തുന്നില്ലായിരുന്നു. അത് ആരിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്? സ്റ്റേറ്റിലേക്ക് ടാക്സ് ആയിട്ടും റെന്റ് ആയിട്ടും അതേപോലെ ഭൂമി ലാൻഡ് ലോഡ്സിലേക്കും ആണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് തുച്ഛമായിട്ടുള്ള ഒരു ഭാഗം മാത്രം
അതായത് അവർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ട് ഉള്ള ചെറിയൊരു ഭാഗം മാത്രമേ ഇവർക്ക് ലഭിക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ വെരി പോലി ഇംപോവറിഷ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു, അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേ യൂസ് ടു റിവോൾട്ട് അഗൈൻസ്റ്റ് ദി ലാൻഡ് ലോർഡ്സ് ആൻഡ് ദി കൊളോണിയൽ സ്റ്റേറ്റ്. ആക്കഡമിക് തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെസൻസ് സൊസൈറ്റി അല്ലെങ്കിൽ പെസന്റ് കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്താണ്, അവരൊരു സിമ്പിൾ ട്രൈബ് ആയിട്ട് കാണുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് അവരൊരു സിവിലൈസേഷന്റെ ഒരു കോംപ്ലക്സ് ഭാഗമായിട്ട് കാണപ്പെടാനായിട്ട് തുടങ്ങി. സോ റോബർട്ട് റെഡ്ഫീൽഡ്സ് കോൺട്രിബ്യൂഷൻ അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. സോ റെഡ്ഫീൽഡ് വാസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഇൻക്ലൂഡിംഗ് പെസന്റ് സൊസൈറ്റീസ് ഇൻ ദി സ്കോപ്പ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി. സോ സോഷ്യോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും ഒരു പ്രധാന പഠന മേഖലയായിട്ട് പെസന്റ് സൊസൈറ്റീനെ കൊണ്ടുവന്നതിൽ റോബർട്ട് റെഡ്ഫീൽഡിന് വലിയൊരു പങ്കുണ്ട്. ആൻഡ് ഹി ഡെവലപ്ഡ് ദിസ് ഫ്രെയിംവർക്ക് ടു സ്റ്റഡി ഹൗ സൊസൈറ്റീസ് മൂവ് ബിറ്റ്വീൻ ഫോക്ക് ആൻഡ് urban സ്റ്റേറ്റ്സ്. അതായത് റൂറൽ നിന്ന് urban മേഖലയിലേക്ക് മാറുന്ന ആ ഒരു മൈഗ്രേഷൻ പഠിക്കാനായിട്ട് അദ്ദേഹം അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഫോക്കായിട്ടും urban കണ്ടിന്യൂം. ഫോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണലിൽ ഊന്നു നിൽക്കുന്ന റൂറൽ മേഖലയെ റെപ്രസെന്റ് ചെയ്യുകയും urban എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡേൺ സ്റ്റേറ്റ്സിലേക്ക് ആളുകളുടെ ആ ഒരു മാറ്റമാണ് അദ്ദേഹം പഠിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചത്. So anthropologists realized that the peasants were more complicated than tribal groups because they were part of a larger complex civilization. So ഈ ഒരു ഇൻകോർപ്പറേഷൻ ആക്കഡമിക്കലി ഇതുണ്ടാകുന്നത് വരെ എന്തായിരുന്നു ഒരു ചിന്താഗതി, പെസൻസിനെ പലപ്പോഴും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ കൂടെയാണ് ഇക്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പോലെയാണ് പഠിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആന്ത്രപ്പോളജിസ്റ്റുകൾക്ക് പിന്നീട് ഒരു തിരിച്ചറിവുണ്ടായി. അതായത് ട്രൈബൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്, അവര് സൊസൈറ്റി അല്ലെങ്കിൽ സിവിലൈസേഷന്റെ ഒരു ലാർജർ ആൻഡ് കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന കൂട്ടമാണെന്നുള്ളത്. സോ ദിസ് അലൗഡ് റിസർച്ചേഴ്സ് ടു അപ്ലൈ ട്രഡീഷണൽ മെത്തഡോളജീസ് ടു ഡിഫറെന്റ് സ്ട്രാറ്റ ഓഫ് പീപ്പിൾ, ബ്രോഡനിങ് ദ ഡിസിപ്ലിൻ ടു ബോത്ത് ബേസിക് ആൻഡ് കോംപ്ലക്സ് കമ്മ്യൂണിറ്റീസ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, മെത്തഡോളജിക്കലി ഇവരെയും പഠിക്കാനായിട്ട് തുടങ്ങി. സോ പെസൻസിനെ കുറിച്ചുള്ള കുറെ ഡെഫിനിഷൻസ്, പെസൻട്രീനെ കുറച്ച് ഡിഫൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലരുടെയും ഡെഫിനിഷൻസ് അവിടെ നൽകിയിട്ടുണ്ട്. സോ ഈ ഡെഫിനിഷൻസിന്റെ എല്ലാം ഒരു സ്കോളർലി ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാരും പ്ലേസ് ചെയ്ത ആരുടെ ഇടയിലായിട്ടാണ്, ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടാണ്. പക്ഷെ ട്രൈബ്സിന്റെ കണക്ക് പ്രിമിറ്റീവ് അല്ല, എന്നാൽ മോഡേൺ urban dwellersനെ കണക്ക് മോഡേണും അല്ല. ഇവർ രണ്ടുപേരുടെയും, അതായത് ട്രൈബ്സിന്റെയും urban dwellersന്റെയും ഇടയിൽ വരുന്ന, മിഡിൽ വരുന്ന ഒരു വിഭാഗമായിട്ടാണ് പെസൻസിനെ കണ്ടിരുന്നത്. സോ തിയഡോർ ഷാനൻ 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതായത് പെസന്റ് സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമതായിട്ട് പറയുന്നത് ഫാമിലി ഫാം. സോ ദി ബേസിക് യൂണിറ്റ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ were പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് കൺസെപ്ഷൻസ് ആർ ഇന്റർട്വൈൻഡ്. സോ ആദ്യം തന്നെ എന്താണ്, ഒരു ഫാമിംഗ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവര് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്, ലേബറിന്റെ ഭാഗമായിട്ടും കൺസെപ്ഷൻ, ഇത് മൂന്നിലും കൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിനെ ഒരു ലൈവ്ലിഹുഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം. അതായത് ലാൻഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ സർവൈവൽ ആൻഡ് മീറ്റിംഗ് ദ ഇമ്മീഡിയറ്റ് കൺസംപ്ഷൻ നീഡ്സ്. സോ അവർക്ക് അവരുടെ ലൈവ്ലിഹുഡ് ആണ്, പകരം മറ്റൊന്ന് എന്താണ്, അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ളതാണ് ഭൂമി എന്നുള്ളത്. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദേ ഹാവ് എ യുണീക് ട്രഡീഷണൽ കൾച്ചർ. അതായത് പെസൻസിന് അവരുടേതായിട്ടുള്ള വേ ഓഫ് ലൈഫ് ഉണ്ട്. അത് ഒരു സ്മോൾ ഐഡന്റിറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ കമ്മ്യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി. ആൻഡ് പലപ്പോഴും എന്താണ്, ദേ കൺസിഡർ ദി അണ്ടർ ഡോഗ്സ്, അല്ലെങ്കിൽ ഒരു ഓൾറെഡി ഒരു ഡിസഡ്വാൻറ്റേജ്ഡ് പൊസിഷനിലാണ് സൊസൈറ്റിയിലുള്ളത്. അതായത് പെസൻസ് ആർ ജനറലി റൂൾഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ഹൂ ഹോൾഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ. കാരണം എന്താണ്, പലപ്പോഴും പെസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമി ഇല്ലാത്തവരാണ്, മറ്റുള്ളവരുടെ ഭൂമിയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ മേലിൽ എപ്പോഴും there was a outsiders control. അത്
പൊളിറ്റിക്കലി എക്കണോമിക്കലി പവർഫുൾ ആയിട്ടുള്ള കൂട്ടങ്ങളായിരുന്നു ഇവരുടെ മേലില് കൺട്രോള് സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. സോ പെസന്റ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ദ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ പെസൻസ് എന്താണ്, ദ ആർ ലാർജ്ലി സെൽഫ് എംപ്ലോയിഡ് ആണ്. പക്ഷെ എന്താണ്, മറ്റുള്ളവരുടെ ഭൂമിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആൻഡ് അവിടെ എന്താണ്, ഫാമിലി ലേബർ ആണ് അവർ ഉപയോഗിക്കുന്നത്. സോ ദേ കൺട്രോൾ ദെയർ ഓൺ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. സോ പ്രൊഡക്ഷൻ ഇസ് പ്രൈമർലി എന്തിനായിട്ടാണ്, അവരുടെ സ്വന്തം ആവശ്യത്തിനായിട്ട്, സബ്സിസ്റ്റൻസിന് വേണ്ടിയാണ് ഉള്ളത്. അവിടെ സർപ്ലസ് ആറിലേക്കാണ് പോകുന്നത്, ഡോമിനന്റ് ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സിലേക്കാണ് ഇവരുടെ സർപ്ലസ് പോകുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫൻ ഇൻവോൾവ്സ് ബ്രോക്കറേജ് ആൻഡ് പേട്രണേജ് സിസ്റ്റം. സോ അവരെപ്പോഴും ഏതെങ്കിലും ഒരു ഡോമിനന്റ് വിഭാഗത്തിന് അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ടെൻഡ് ടു സ്പ്ലിറ്റ് ഇൻ ടു ഫാക്ഷൻസ് ഓർ വെർട്ടിക്കൽ ഡിവിഷൻസ് റാദർ ദാൻ ബ്രോഡ് ഹൊറിസോണ്ടൽ ക്ലാസസ്. സോ ഇവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പാരലൽ ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകാൻ തരത്തിലുള്ള അവസ്ഥയിലല്ല, പകരം എന്താണ്, ഒരു ബാരൻ അല്ലെങ്കിൽ ഒരു ലെവൽ രീതിക്കാണ് പോകുന്നത്. ആൻഡ് പെസന്റ് കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ സർക്കുലർ സെൻസ് ഓഫ് ടൈം. അതായത് അവരുടെ കൾച്ചറൽ ബിഹേവിയർ എല്ലാം എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്, ഇറ്റ് ഇസ് ടൈഡ് ടു സീസൺസ്. ഓരോ സീസൺസുമായിട്ട് ആ സീസൺ നിശ്ചയിച്ചിട്ടുള്ള റിച്വൽസുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആൻഡ് ദേ റിലൈ ഓൺ ഓറൽ ട്രഡീഷൻസ് ആൻഡ് ആർ ഓഫൺ കൺഫോമിസ്റ്റ് ആ ട്രഡീഷൻസ് ഇൻ ദ വേൾഡ് വ്യൂ. സോ അവരുടെ ഒരു ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രഡീഷണലി ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. ആൻഡ് ഓറൽ ട്രഡീഷൻസിലാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഇവരുടെ ഒരു ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ചരിത്രമുണ്ട്. ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആരായിരുന്നു, ജമീന്ദാസ് അല്ലെങ്കിൽ ലാൻഡ് ലോർഡ്സ്. അവരെന്ത് ചെയ്തിരുന്നു, ദേ കളക്ടഡ് റവന്യൂ. ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്തിരുന്നു, പെസൻസിന് അവരുടെ ലേബർ ഉപയോഗിച്ചുകൊണ്ട് അവര് ഹാർവെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിന് പലപ്പോഴും ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ലെസർ പ്രൈസിന് സെല് ചെയ്യുക അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരെ നിർബന്ധിച്ചിരുന്നു. കൂടാതെ എന്താണ്, അവരെ പലപ്പോഴും ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഇവര് ഫോഴ്സ് ചെയ്തിരുന്നു. ആൻഡ് മണി ലെൻഡേഴ്സ്, ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ദേ വർ മോസ്റ്റ്ലി ഇൻ ഡെറ്റ്. സോ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്തിരുന്നു, അവർക്ക് പലപ്പോഴും അവരുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് കടം കൊടുക്കുകയും ആ കടം കൊടുക്കുന്ന വഴി എന്ത് ചെയ്തിരുന്നു, ഒരു ഡിപ്പെൻഡൻസി സൈക്കിൾ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് ആദ്യമായിട്ട് ഒരു പെസന്റ് മൂവ്മെന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ബീഹാർ പ്രൊവിൻഷ്യൽ ഓർഗനൈസ് ചെയ്തത് ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭയാണ്. അതായത് BPKS എന്ന് പറയുന്ന ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ 1929 ആദ്യമായിട്ട് ഒരു പെസന്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തത്. സോ ഇതിനെ നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി സഹജനാഥ് സരസ്വതി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആൻഡ് അവിടെ അവർ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒക്യുപ്പൻസി റൈറ്റ് ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ജമീന്ദാർ നിന്ന് ഉണ്ടാകുന്ന ടാക്സിൽ നിന്നും ഒക്യുപ്പൻസി റൈറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമരം അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് അവർ നയിച്ചത്. സോ ബ്രിട്ടീഷിന്റെ വരവോടെ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷിന്റെ വരവോടെയാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ആശയം ആളുകളിലേക്ക് വരുന്നത്. ആൻഡ് അതോടെ അഗ്രേറിയൻ ലാൻഡ് റിഫോം സംഭവിച്ചു. ആൻഡ് ത്രൂ ദാറ്റ് സെറ്റിൽമെന്റ്സ് ലൈക്ക് പെർമനന്റ് റോയ്റ്റ്വാരി ആൻഡ് മെഹൽവാരി ലാൻഡ് ബിക്കെയിം എ മാർക്കറ്റബിൾ കമോഡിറ്റി ദാറ്റ് കുഡ് ബി ബ്രോട്ട്, സോൾഡ് ആൻഡ് മോർഗേജ്. സോ അഗ്രേറിയൻ ലാൻഡ് റിഫോം വരുന്നത് വഴി എന്ത് സംഭവിച്ചു?
കൂടുതൽ പെർമനന്റ് ഓണർഷിപ്പിലേക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നുള്ള ആശയം ഉണ്ടായി. റോയറ്റ്വാരിയും മഹൽവാരിയും കണക്കത്ത് ലാൻഡ് റിഫോംസ് വന്നു. ആൻഡ് അതിൽ നിന്ന് എന്ത് സംഭവിച്ചു? ലാൻഡ് ഒരു മാർക്കറ്റബിൾ ഒരു വസ്തു ആണെന്നുള്ള ഐഡിയ അവിടെ വരികയും ഭൂമി കൈമാറാം, മേടിക്കാം, അല്ലെങ്കിൽ പണയപ്പെടുത്താം എന്നുള്ള ആശയമാണ് അവിടെ ഉണ്ടായത്. ഇതിന്റെ ഒരു നെഗറ്റീവ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊഡക്ടിവിറ്റി അതേപോലെ കുറയുകയും ഫാമേഴ്സിന്റെ ഇടയിൽ പോവേർട്ടി കൂടുകയും ചെയ്തു. ആൻഡ് ലാൻഡ് റവന്യൂ എന്ത് സംഭവിച്ചു? ലാൻഡ് റവന്യൂ വാസ് ഫിക്സ്ഡ് ആൻഡ് പീപ്പിൾ വർ റിക്വയർഡ് ടു പേ ഇൻ ക്യാഷ്. അതുകൊണ്ട് തന്നെ അവിടെ ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് ലാൻഡ് ടാക്സുകൾ പോലത്തുള്ളത് ആളുകൾക്ക് എന്ത് സംഭവിച്ചു? ഫാമേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, അവർ കൂടുതൽ പോവേർട്ടിയിലേക്ക് പോയി. പക്ഷെ എന്നാലും ലാൻഡ് റവന്യൂ എല്ലാ കാലത്തിലും അവർ ഫിക്സ്ഡ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തായിട്ട് മാത്രമേ ഈ ലാൻഡ് റവന്യൂ പേ ചെയ്യാറുള്ളായിരുന്നു? ക്യാഷ് ആയിട്ട് മാത്രമേ പേ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ വർ ഫോഴ്സിങ് ഫാമേഴ്സ് ഇൻ ടു ദി മാർക്കറ്റ് എക്കോണമി. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊളോണിയൽ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷന്റെയും ഒരു വരവുണ്ടായി. സോ റാപ്പിഡ് ഡെവലപ്മെന്റ്സ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ഫെസിലിറ്റേറ്റഡ് ബ്രിട്ടീഷ് ട്രേഡ് ആൻഡ് ട്രൂപ്പ് മൂവ്മെന്റ്. സോ ട്രാൻസ്പോർട്ടേഷൻ മെച്ചപ്പെട്ടപ്പോഴത്തെ എന്ത് സംഭവിച്ചു? റോഡ്സും റെയിൽവേസും വന്നു. അതോടെ ബ്രിട്ടീഷ് ട്രേഡ് ഇതിന്റെ ഒരു പ്രധാന ഭാഗമായി. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതമാകുകയായിരുന്നു. ആൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ വരവെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ടു ക്രിയേറ്റ് എ ലോക്കൽ cadre of trained workers to manage the massive administrative machinery. So വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബേസിക്കലി കൊളോണിയൽ സിസ്റ്റം കൊണ്ടുവന്ന എന്തിനാണ്? അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനെ സൃഷ്ടിക്കാനായിട്ടായിരുന്നു. സോ ഇവിടെ ഒരു റൂറൽ അർബൻ ഹയറാർക്കി നോക്കുമ്പോഴത്തേക്ക് റൂറൽ ക്ലാസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും ആരായിരുന്നു? ലാൻഡ് ലോർഡ്സ് ആയിരുന്നു. ആൻഡ് ലാൻഡ് ലോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ വർ ഓഫൻ ആബ്സെന്റി ഓണേഴ്സ് ഹു ബെനിഫിറ്റഡ് ഫ്രം റവന്യൂ കളക്ഷൻ. സോ അവരുടെ ചുമതല എവിടത്തേക്ക് മാത്രം ചുരുങ്ങി? അത് ലാൻഡിൽ നിന്നുള്ള ലാൻഡ് റവന്യൂ മേടിക്കുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങി. ആൻഡ് പെസന്റ് ഓണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസ് ദേ ഹാഡ് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് ദേ കൾട്ടിവേറ്റഡ് ദെയർ ഓൺ ലാൻഡ്. സോ അവര് പെസന്റ് ഓണേഴ്സ് ആരായി മാറി? റൂറൽ ക്ലാസ് സ്ട്രക്ചറിൽ അവര് സ്വന്തം ഭൂമിയുള്ളവരാണ്, അവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്നവരായിട്ട് മാറി. ആൻഡ് ടെനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡ് ലോർഡ്സിൽ നിന്ന് ഭൂമി റെന്റിന് ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരായി. ആൻഡ് ആർട്ടിസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ക്രാഫ്റ്റ്സ്മെൻ ആയിരുന്നു. ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വീക്കസ്റ്റ്, അതായത് സൊസൈറ്റിയുടെ ഏറ്റവും താഴെക്കെട്ട്, റൂറൽ സൊസൈറ്റിയുടെ ഏറ്റവും താഴെക്കെട്ടിൽ ഉള്ള വീക്ക് ആയിട്ടുള്ളയും ഏറ്റവും ഇംപോവറിഷ്ഡ്, ഏറ്റവും പോവേർട്ടി അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അവരുടെ കയ്യിൽ എന്തായിരുന്നു? കടമെടുക്കാൻ പോലും ഉള്ള കപ്പാസിറ്റി അവർക്കില്ലായിരുന്നു. അവര് വെറും അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആയിരുന്നു. സോ റൂറൽ ക്ലാസ് സ്ട്രക്ചർ ഈ 5 മേഖലകളിലേക്ക് ഒതുങ്ങി. അതായത് ലാൻഡ് ലോർഡ്സ് ആയിട്ടും, പെസന്റ് ഓണേഴ്സ് ആയിട്ടും, ടെനൻസ് ആയിട്ടും, ആർട്ടിസൻസ് ആയിട്ടും, അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആയിട്ടും. ആൻഡ് അർബൻ ക്ലാസ് സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ മാറ്റം എന്താണ്? ആദ്യം തന്നെ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടായി, കമേഴ്ഷ്യൽ ആയിട്ടും ഇൻഡസ്ട്രിയൽ ഓണേഴ്സ് ഉണ്ടായി. ആൻഡ് മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനേജേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ, പ്രൊഫഷണൽ ക്ലാസ്സസ്, സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ടായി വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. പിന്നെ പെറ്റി ട്രേഡേഴ്സ്, അതായത് കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ ഇട്ട് മുന്നോട്ട് പോകുന്ന സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്. ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തെ 5ാമതെന്ന് പറയുമ്പോഴത്തെ വർക്കിംഗ് ക്ലാസ്, അതായത് പ്രൈമറിലി എന്താണ്? അവർക്ക് അവരുടെ ലേബർ മാത്രമേ ഉള്ളൂ. ആൻഡ് അവരെ നമ്മൾ ആരാണ്? പോപ്പറൈസ് പെസൻസ് ആയിട്ട് കാണാം. സോ സ്വന്തമായിട്ട് നമ്മൾ റൂറൽ ക്ലാസ്സിൽ പറഞ്ഞ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് അവരൊരു അർബൻ ക്ലാസ് സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? അവർ ബെറ്റർ എംപ്ലോയ്മെന്റ് തേടിക്കൊണ്ട് അർബൻ സെക്ടേഴ്സിലേക്ക് മാറി. ആരായിട്ട് മാറി? ദേ ബിക്കെയിം ദ പോപ്പറൈസ്ഡ് പെസൻസ് ആയിട്ട് മാറി. സോ ഈ ഒരു കാലയളവിൽ യു ക്യാൻ സീ ദ റൈസ് ഓഫ് മണി ലെൻഡേഴ്സ്, അതായത് ദ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് റൂറൽ ലൈഫ് ആൻഡ് ദി റിജിഡ് ലാൻഡ് റവന്യൂ സിസ്റ്റം ക്രിയേറ്റഡ് എ പവർഫുൾ വാക്യൂം വിച്ച് വാസ് ഫിൽഡ് ബൈ ദി വില്ലേജ് മണി ലെൻഡർ. സോ ഈ ഒരു ലാൻഡ് ലോർഡ്സും ടെനൻസും തമ്മിലുള്ള, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബറേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ വർദ്ധിച്ചു വന്നപ്പോഴത്തെ എന്ത് സംഭവിച്ചു? ഇവരുടെ ഇടയിലുള്ള ആ സാമ്പത്തിക ഇടപാട് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് വില്ലേജ് മണി ലെൻഡേഴ്സ് വന്നു. ആൻഡ് വില്ലേജ് മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് they began to dominate the economy
by seizing land from both peasants and landlords who could not repay their debts. So ഇവര് ഒരു ഡോമിനന്റ് എക്കണോമിക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഡോമിനന്റ് എക്കണോമിക് പ്ലെയർ ആയിട്ട് മാറി. കാരണം എന്താണ്, ഇവര് കടം കൊടുത്തിട്ട് ആ കടം നിർവഹിക്കാൻ കഴിയാത്തവരിൽ നിന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. അത് ടെനൻസ് ആയാലും ലാൻഡ് ലോർഡ്സ് ആയാലും. So this created a common enemy for both small and large landlords who occasionally mobilized together against the money lenders. So ഇത് എന്തിലേക്ക് നയിച്ചു, പലപ്പോഴും പ്രൊട്ടസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സിലേക്ക് പല ഘട്ടങ്ങളിലും നയിച്ചിട്ടുണ്ട് സ്മോൾ ആൻഡ് ലാർജ് ലാൻഡ് ലോർഡ്സിൽ നിന്ന്. സോ പെസൻട്രി അല്ലെങ്കിൽ പെസന്റ് സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ഹാർഡ്ഷിപ്പ് ഉള്ള ഒരു ജീവിതമായിരുന്നു. പെസന്റ് ലൈഫ് വാസ് ഹിസ്റ്റോറിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ ലിമിറ്റഡ് ഫുഡ്, മിനിമൽ കംഫർട്ട് ആൻഡ് ഇന്റൻസ് മാനുവൽ ലേബർ. സോ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള ഫുഡിൽ സർവൈവ് ചെയ്യുക, ഏറ്റവും കുറഞ്ഞ കംഫർട്ടുള്ള ഒരു വിഭാഗമായിരുന്നു. ആൻഡ് അതേസമയം എന്താണ്, ഇന്റൻസ് ആയിട്ട് മാനുവലി മണ്ണിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമായിരുന്നു. സോ പെസന്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പെസന്റ് സൊസൈറ്റിയിൽ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബോത്ത് പെസന്റ് ആൻഡ് നോബിൾ ക്ലാസ്സസ് വിമൻ വർ എക്സ്പെക്ടഡ് ടു ബി ഹൗസ് ഹോൾഡ് മാനേജേഴ്സ് ആൻഡ് വർ സോഷ്യലി സബ്സർവിയൻ ടു മെൻ. സോ ജെൻഡർ അടിസ്ഥാനമാക്കിയിട്ട് പെസന്റ് സൊസൈറ്റിയിൽ പറയുകയാണെങ്കിൽ എന്താണ്, അവിടെയും സ്ത്രീകൾ ആരായിരുന്നു, അവര് ഹൗസ് ഹോൾഡിനുള്ളിൽ ഒതുങ്ങപ്പെടുന്ന ഒരു കൂട്ടമായിരുന്നു. ആൻഡ് പെസൻട്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു വെറും ഒരു ജോലിയായിട്ടല്ല, പകരം എന്താണ്, റൂറൽ ലൈഫിന്റെ ഒരു ഫോഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടുത്തെ വേ ഓഫ് ലൈഫും പ്രൈമറി എക്കണോമിക് സോഴ്സ് ആയിട്ട് നേഷൻ വെൽത്തിന്റെ ഭാഗമാകുന്ന ഒരു സോഴ്സ് ആയിട്ടും പവർ ആൻഡ് സ്റ്റാറ്റസ് നിശ്ചയിക്കുന്ന ഒരു വസ്തുവായിട്ടും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമാകുന്നതായിരുന്നു അഗ്രികൾച്ചർ. ആൻഡ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിലേക്ക് പോയപ്പോഴത്തേക്ക് എന്താണ്, നാഷണലിസ്റ്റ് ലീഡർഷിപ്പിന്റെ അടിയിൽ പെസൻട്രി ഒരു മേജർ യൂണിഫിക്കേഷൻ ടൂൾ ആയിട്ട് മാറിയായിരുന്നു. സോ ആ സമയത്ത് എന്തായിരുന്നു, ഇന്റഗ്രേറ്റീവ് ഐഡിയാസിന്റെ ഭാഗമായിട്ട് ലീഡേഴ്സ് പ്രൊമോട്ടഡ് ദി ഐഡിയ ഓഫ് ദി കിസാൻ ആസ് എ സിംഗിൾ കൊഹീസീവ് സോഷ്യൽ ഗ്രൂപ്പ്. ആ കിസാൻ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നുകൊണ്ട് ഒരു ലാർജ് കൊഹോർട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് കമ്മ്യൂണിറ്റി ആണെന്നുള്ളൊരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് തളച്ചിടുകയാണ്. ആൻഡ് അവിടുത്തെ പേർപ്പസ് ഓഫ് യൂണിഫിക്കേഷൻ എന്തിനായിരുന്നു, ടു ഓവർകം ദി ഇന്റേണൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഓർ ലൊക്കാലിറ്റി. സോ റൂറൽ ലൈഫിൽ പലപ്പോഴും എന്താണ്, എല്ലാവരും ഒരേ അവരുടെ ഒക്യുപ്പേഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഹോമോജനസ് ഐഡന്റിറ്റി ആണെങ്കിലും അവിടെ അവരുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ എ ഡൈവേഴ്സ് ഗ്രൂപ്പ്. സോ ആ ഒരു ഡൈവേഴ്സിറ്റിയിൽ നിന്ന് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് കിസാൻ എന്നുള്ളൊരു ലാർജ് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയത്. സോ ഇതിൽ കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ്, ജി എസ് ഗുരയുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതായത് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റീനെ കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഹൈറാർക്കി കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാഡർ ലൈക്ക് അറേഞ്ച്മെന്റ്, അതായത് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്യുക, ആൻഡ് സൊസൈറ്റീനെ എൻഡോഗമസ് ആയിട്ട് പറയപ്പെടുക, അതായത് ഒരു വ്യക്തിയുടെ അതായത് കാസ്റ്റിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാവുന്നുള്ള, ആൻഡ് ഹെറിറ്ററി ഓക്യുപ്പേഷൻ, അതായത് ഒരു കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് തലമുറകളായിട്ട് ഒരേ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളത്, ആൻഡ് ഫുഡ് കൺസംഷൻ ബേസ് ചെയ്തിട്ടുള്ള
rules and restrictions, and civil and religious disabilities. ഇവർ തമ്മിലുള്ള പല സോഷ്യൽ ഇന്ററാക്ഷൻസിന് നിയന്ത്രണം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24 and 25 കാസ്റ്റും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്. സോ ആ ടേബിൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഡിസും ഞങ്ങൾക്ക് ബുക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എൽഡസ്ക്ക് ഡെസ്ക് ഓപ്പൺ ആകുന്നില്ല, എന്താന്ന് അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഞങ്ങൾ കൽപ്പറ്റ NMSM ഇല്ല, പക്ഷെ അത് ഓപ്പൺ ആകുന്നില്ല. ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. എന്താ പ്രശ്നം എന്ന് അറിയില്ല. അത് പലരും ആ കംപ്ലൈന്റ് പറയുന്നുണ്ട്. അവിടുത്തെ IT വിഭാഗത്തിൽ അറിയിക്കാം. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾ അടുത്ത അപ്ഡേറ്റ് ചെയ്യാനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്ലാസ് നല്ലതായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് മനസ്സിലായി. ഉള്ളി പുസ്തകം ഇല്ലാത്തതിന്റെ ഒരു ഡിഫക്റ്റ് നല്ലോണം ഉണ്ട്. അത് കാരണം പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകത്തിന്റെ കൂടെ നോക്കി പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അത് മനസ്സിലേക്ക് കിട്ടും, കുറച്ചുകൂടെ ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ബ്ലൈൻഡിൽ ഇങ്ങനെ കേട്ടിരിക്കുമെന്ന് പറ്റുള്ളല്ലോ. എന്തായാലും ഇപ്പൊ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് UGയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ടെക്സ്റ്റ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊക്കെ ഈ ക്ലാസ്സിൽ വീണ്ടും റെഫർ ചെയ്യാം. താങ്ക് യു. ഞങ്ങൾക്കിപ്പം പരീക്ഷ എന്താണ്, പുസ്തകങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പരീക്ഷ ഉടനെ വരുമോന്നും അറിയില്ല. അപ്പം പുസ്തകത്തിന്റെ കാര്യവും ഞാനൊന്ന് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാനായിട്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അവിടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 885948. ഒന്നോടെ നമ്പർ പ്ലീസ് ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? 88915948. 88915948. ഓക്കെ, താങ്ക് യു. 88915948. ഇത് നമ്മളെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അത് ഇത് ബുക്സിന്റെ SLM വിങ് ആണ്. SLM വിങ്ങിന്റെ അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആയിക്കോട്ടെ, നോക്കാം, ഞാൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നാളെയും ക്ലാസ് ഉണ്ട്. നാളെ വേറെ ടീച്ചറാണ്, സോ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടീച്ചർ. താങ്ക് യു. ഇന്നിപ്പോ നമ്മൾ ഇന്നത്തെ നിർത്തിയല്ലോ അല്ലേ? ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞു നിൽക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. സംശയം ബുക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് സ്റ്റക്കപ്പ്. കുറെ ഓതേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞു, അങ്ങനെ അവരുടെ കുറച്ച് ബുക്കുകൾ